ഇന്നാലിന്ന ആളുടെ മകളെ കല്യാണം കഴിച്ചത് കാരണത്താൽ അയാൾ പിഴച്ചുപോയി. ഇന്നാലിന്ന ആളുടെ മകനുമായി നിങ്ങൾ കല്യാണം ഉണ്ടാക്കിയത് നിങ്ങളും പിഴച്ചുപോയി. അതുകൊണ്ട് ഇന്നാലിന്ന എന്താ പറയാ പണ്ഡിതന്റെ മകനുമായിട്ട് അല്ലെങ്കിൽ ഇന്നാലിന്ന എന്താ പറയാ അഹ്ലുസുന്നൽ ജമാഅത്ത് അതിന്റെ അഖീദയോട് കൂടി നീങ്ങുന്ന ഒരു ഷെയ്ഖിന്റെ അല്ലെങ്കിൽ ഒരു ഷെയ്ഖിന്റെ ഖലീഫയുടെ മകളുമായി വിവാഹബന്ധം ഉണ്ടാക്കിയാൽ അതുകൊണ്ട് നിങ്ങൾ പിഴച്ചു. അതുകൊണ്ട് നിങ്ങളുമായി യാതൊരു ബന്ധമല്ല, അയാളുമായി ആർക്കും ബന്ധം പാടില്ല, അയാളുടെ ജോലി ഒഴിവാക്കണം, എല്ലാം ഒഴിവാക്കണം. ഇങ്ങനെയൊക്കെ ജനങ്ങളുടെ മുന്നിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ദീനപ്പത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയുള്ള വിവാദങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നടക്കും. നമ്മളവിടെ ഉമ്മായുടെ തല പിടിച്ചു കൊന്നത് ഓർമ്മയുണ്ടല്ലോ. വാപ്പാനെ കൊന്നു, സഹോദരിയെ കൊന്നു. ഉമ്മയോട് പറ, ഉമ്മ മാപ്പ് ചെയ്യണം കേട്ടോ. അത് എന്താ ഇങ്ങനത്തെ എന്റെ അനുജത്തിമാരെ എന്റെ അനുജന്മാരെ അവരെ ഒന്നും തീറ്റിപ്പോറ്റാൻ ഞാനൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പട്ടിണിയാവൂലേ, അപ്പൊ അവര് വിഷമിക്കരുത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളൊക്കെ പിന്നെ പ്രയാസമാവൂച്ചിട്ട് ഇങ്ങനെയും കൊല്ലണം അവരെയും കൊല്ലണം. സ്വന്തം സുഹൃത്തിനെ കൊന്നില്ല, ഒപ്പം നിൽക്കുന്ന സ്വന്തം സുഹൃത്ത്, ആത്മസുഹൃത്ത്, എല്ലാ കാര്യം ചർച്ച ചെയ്യുന്നത് അവനെയാണ് എന്ത് ചെയ്യുന്നത്, ഇവൻ പോയിട്ട് കൊല്ലുന്നത്. അപ്പൊ ഈ കൊല്ലുന്ന കുട്ടികള് അവരുടെ വീട്ടിലൊന്ന് പോയി ചോദിച്ചു, ഇവർ മദ്രസ പഠിക്കായിട്ടാണോ? ഇവര് മദ്രസ പഠിക്കാഞ്ഞിട്ടല്ല, അത് വിട്ടിത്താണ് പറയുന്നത്. ഇവര് മദ്രസ പഠിച്ചിട്ടുണ്ട്. ഇന്നും മദ്രസ പഠിപ്പിക്കാത്തവരാരാള്? അത് ഏതൊരു ഭിക്ഷക്കാരനോട് ചോദിക്കാൻ ഇപ്പൊ എന്താ പണി? പഠിച്ചോനെ കാട്ട് പഠിച്ചല്ലേ, ഇത് വലിയ കാര്യമൊന്നുമല്ലോ അള്ളാഹിനോട് ചോദിക്കല്. അള്ളാഹു ഉണ്ട് എന്നും അവൻ എനിക്ക് മതിയായവനാണ് എന്നും ചോദിച്ചിട്ടില്ലെങ്കിലും അവൻ തരാൻ അധികാരമുള്ളവനും അവകാശമുള്ളവനും കഴിവുള്ളവനും സ്നേഹമുള്ളവനും കാരുണ്യമുള്ളവനും കൂടെ ഉള്ളവനുമാണ് എന്നുള്ള യഖീനാദ് ഉണ്ടാക്കിച്ച് അതാ മശായിഖമാരെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് മശായിഖമാർ സദസ്സിലേക്ക് കുട്ടികളെ വിടണം, നിങ്ങളും വരണം, ആ സദസ്സുകളിൽ പങ്കെടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട്. ഈ പ്രായപൂർത്തിയാകുന്ന കാലഘട്ടത്തിൽ കുട്ടികൾ പ്രായപൂർത്തിയാകുമ്പോൾ ചെവി പൊടിച്ച്, അത് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അതിന് നിങ്ങൾ അധ്വാനിക്കണം എന്നാ പറയണത്. അങ്ങനെ അധ്വാനിക്കുകയാണെങ്കിൽ നിങ്ങളെ കുട്ടികളെങ്കിലും രക്ഷപ്പെടും ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ മോശമായ അവസ്ഥയിൽ. അല്ലെങ്കിൽ മനസ്സിലാക്കിക്കോളി, ഇത് നിങ്ങൾ കേൾക്കാതെ നിങ്ങൾ പഴയ പോലെ പോകുന്നത്. നിങ്ങൾക്ക് പലതും ന്യായങ്ങൾ പറയാനുണ്ടാവും മനുഷ്യർക്ക്. അങ്ങനെയല്ല, ഉസ്താദിന്റെ രീതി പറയാം. ഒക്കെ നിങ്ങൾ പോയി നോക്കി, കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇത് അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ സമൂഹം നമ്മളെല്ലാവരും അനുഭവിക്കേണ്ടി വരും. ഇത് നിസ്സാരമായി തള്ളരുത്. കാരണം പുറമേ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വാങ്ങിക്കൊടുത്ത, നമ്മള് ചോര നീരാക്കി അധ്വാനിച്ച് വിയർപ്പ് വറ്റിച്ചുകൊണ്ട് നമ്മൾ പണം ചെലവാക്കിക്കൊണ്ട് വാങ്ങിച്ചു കൊടുത്ത മൊബൈലിലൂടെ അവർ നമുക്കെതിരെയും നമ്മുടെ അള്ളാഹുവിനും റസൂലിനും എതിരെയുമുള്ള അവരോടുള്ള വിശ്വാസം, അള്ളാഹുവിനോടുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന വിധത്തിലുള്ള, റസൂലുള്ളാഹിയുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന വിധത്തിലുള്ള മെസ്സേജുകളാണ് ആ മൊബൈലിലൂടെ അവർ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അറിയുന്നില്ല. പാതിരാവുകളിൽ അവർ കുഫ്രിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ മുന്നിൽ മുസ്ലിം പെൺകുട്ടിയാണ്, മക്കരയുണ്ട്, പർദ്ദ വരെ ഉണ്ട് മുന്നിൽ. പക്ഷെ അവിടെ ഉള്ളില് പാതിരാവിൽ എപ്പോഴോ ഈമാന് യുക്തിവാദികളും നിരീശ്വരവാദികളും കവർന്നെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ അറിഞ്ഞിട്ടില്ല. പിന്നെ മറ്റെപ്പോഴെങ്കിലും വേറെ വീഡിയോയിലാവും നമ്മൾ കാണുന്നത് ഈ കുട്ടി മറ്റുള്ള അവിടെ വെച്ചിങ്ങാണ്ട് ഇസ്ലാം വെടിഞ്ഞുകൊണ്ട് ഒരു അന്യപുരുഷന്റെ കൂടെ ഒരു മതസ്ഥന്റെ കൂടെ ഓടിപ്പോയി. അപ്പോഴാണ് നമ്മൾ അറിയാം. ഈ മക്കരയുടെ ആൾക്കാർ പറയുന്ന മക്കരയുടെ പെൺകുട്ടിയാ ഓടിപ്പോയത്, പർദ്ദയുടെ പെൺകുട്ടിയാ ഓടിപ്പോയത്. എടോ, പർദ്ദയും മക്കരോ ഉള്ളിലില്ലാത്തത് കൊണ്ടാണ് ഓടിപ്പോയത്. ഇത് ആദ്യം ഉള്ളിലാണ് ഈ പർദ്ദ വേണ്ടത്, ഉള്ളിലാണ് ഈ നൂറിറങ്ങേണ്ടത്. ഞാൻ ഗൗരവമായി എനിക്ക് പറയാനുള്ളത് എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വീടുകള് ക്ലാസുകളുടെ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ആളുകൾ പരിഹസിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞില്ലേ, നല്ല അള്ളാഹിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന, മുത്തനബിയെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന, ആഖിറത്തിനെ സംബന്ധിച്ച് അവർ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഉസ്താദുമാരുടെ ക്ലാസുകൾ നിങ്ങൾ ഓരോരുത്തരും വീടുകളിൽ വെക്കണം. നിങ്ങൾക്ക് അടുത്തുള്ള ഏത് ഉസ്താദുമാരാണെങ്കിലും ശരി, ഇത് പറയുന്നവരാവണം. കർമ്മങ്ങൾ മാത്രം പറയുന്ന കാലങ്ങളായി നമ്മൾ കർമ്മങ്ങൾ പഠിക്കലോടെയും അത് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ട്. മദ്രസകളിൽ ഉസ്താദന്മാർ നല്ല ബഹുമാനത്തോട് നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ കർമ്മങ്ങളുണ്ട്. അൽഹംദുലില്ലാഹ്, അത് വലിയൊരു അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ച് സമസ്തയുടെ മദ്രസകളൊക്കെ അതിലൊക്കെ വളരെ ഉഷാറാണ്. നല്ല രീതിയിൽ തന്നെ പഠനം നടത്തിക്കൊണ്ടിരിക്കും. അതല്ല ഞാൻ പറയുന്നത്, അത് കുട്ടികൾക്ക് ഇപ്പോഴും ഉണ്ട്. പക്ഷേ നിങ്ങളെ കുട്ടികൾ പ്രായപൂർത്തിയാവുമ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചും അവന്റെ സിഫാത്തുകളെ സംബന്ധിച്ചും അവൻ എന്തൊക്കെല്ലാം ചെയ്യുന്നത്, അവന്റെ അനുഗ്രഹങ്ങൾ നമ്മളോട് എന്തൊക്കെയാണ്, ഇത് പഠിപ്പിച്ചു കൊടുത്ത് അവരുടെ ഈമാൻ ശരിയാക്കുന്ന അങ്ങനത്തെ ഉസ്താദന്മാരെ നിങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കുക. കാശ് വാങ്ങാതെ ഉസ്താദന്മാരെ ക്ഷണിച്ചോളൂ, കാശൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ ചെലവുണ്ടാവില്ല. ചെലവുണ്ട് ഉസ്താദ്, പ്രയാസമാണ്, എന്നെ വിളിച്ചോ, ഞാൻ വരാം, എനിക്ക് സമയം കിട്ടണമെന്ന് മാത്രം. എന്റെ സമയം
عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال. اللهم صل على سيدنا نبينا ومولانا محمد وعلى آل سيدنا نبينا شفيعنا حبيبنا مولانا محمد وبارك وسلم عليه وصل على جميع الأنبياء والمرسلين وعلى ملائكة الله المقربين وعلى عباد الله الصالحين. الحمد لله رب العالمين. അള്ളാഹു എൻ്റെ അറിവില്ലായ്മ നിന്റെ ഞങ്ങളെ അവരെ അനുഗ്രഹിക്കണം, ഞങ്ങളെ അവരെ കൊണ്ട് തൃപ്തിപ്പെടണം. അൽഹംദുലില്ലാഹ്. എനിക്ക് ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരികളെ, ആദ്യമായി പറയാനുള്ളത് അശ്രദ്ധ ഒഴിവാക്കി അള്ളാഹുവിൻ്റെ ദിക്റിലായിട്ടിരിക്കുക. എല്ലാവരും ശ്വാസത്തെ അള്ളാഹുവിൻ്റെ ദിക്റിലായി സൂക്ഷിച്ചുകൊണ്ട് അൻഫാസിയ ദിക്റിലായി മുഴുകിക്കൊണ്ട് ഈ ഇൽമിന്റെ സദസ്സിലിരിക്കുക. അള്ളാഹു അപാരമായ അനുഗ്രഹം കൊണ്ട് അവൻ നമ്മെ അവൻ്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉത്തമ സമുദായത്തിൽ മാത്രമല്ല കാമിലീങ്ങളായ ഔലിയാക്കളുടെ ഷെയ്ഖുന ഔഫുൽ ആലം സയ്യിദ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെയും ഷെയ്ഖുന ഖാജ മൊയ്നുദ്ദീൻ ഹസൻ സഞ്ച ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹുവിന്റെയും ഖാദിരി ചിശ്തി തുരീഖത്തിന്റെ ബന്ധം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിച്ചു. ബഹുമാനപ്പെട്ട ഷെയ്ഖുന നൂറുൽ മശായിഖ്, ഷെയ്ഖുന ഖുതുബുൽ മശായിഖ്, ഷെയ്ഖുന ശംസുൽ മശായിഖ്, അല്ലാഹു മർഫഅ ദറജാതിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുടെ ശിഷ്യത്വം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, ഒരു പ്രധാനമായ ഒരു വിഷയം നിങ്ങളെ ഉണർത്തുക കൂടിയാണ് ഇതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇന്നത്തെ ക്ലാസ്സിലൂടെ. അതായത് നമ്മളിൽ നിന്ന് സമൂഹം എന്ന് പറയണ്ട, നമ്മുടെ ഓരോ വീടുകളാണ്. നമ്മുടെ ഓരോ വ്യക്തികൾ കൂടുമ്പോഴാണല്ലോ, ഓരോ കുടുംബങ്ങൾ കൂടുമ്പോഴാണല്ലോ ഓരോ സമൂഹം. നമ്മുടെ സമൂഹത്തിൽ കുറച്ചായി ഷെയ്ഖുന, ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഖാനി ജീലാനി പോലുള്ള മഹാനവറുകൾ ഈ പ്രാവശ്യം വന്ന് 3 വേദികളിലും ഷെയ്ഖുന പ്രത്യേകം സൂചിപ്പിച്ചൊരു കാര്യവുമാണ്. അതായത് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഛിദ്രതകളും ഭിന്നതകളും വന്നുകൊണ്ടിരിക്കുന്നു, അക്രമങ്ങളും അനീതികളും കൊലപാതകങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. അതിന് പലപ്പോഴും കാരണങ്ങളായി പറയുന്നത് മയക്കുമരുന്നിന്റെ ഉപയോഗം, കള്ളുകൂടി പോലുള്ളതാണ്. പലരും അത് പറഞ്ഞാൽ ഒഴിവാവാറാണ് പതിവ്. മനസ്സിലാവില്ല. അതൊരു പരിധിവരെ ശരിയാണെന്താണ്. ഹാൻസ്, കഞ്ചാവ്, മദ്യം, കൂളിപ്പ് പോലെയുള്ള എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം അതിന്റെ പേരുകളൊക്കെ. ആരും അറിയാത്ത വിധത്തിൽ തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്ന സ്വകാര്യതകളൊക്കെ ഉള്ള മയക്കുമരുന്നുകൾ ഉപയോഗം കൂടുതലായിട്ടുണ്ട്. ഇതൊക്കെ ഒരു പരിധി വരെ ശരിയാണ്. പക്ഷേ ഇവിടെ കുടുംബങ്ങളിൽ കൊലപാതകങ്ങൾ നടക്കുന്നതും അതുപോലെ തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ, ഒളിച്ചോട്ടങ്ങൾ നടക്കുന്നു, അടിപിടികൾ നടക്കുന്നു. വിദ്യാലയങ്ങളിലൊക്കെ നോക്കി പെൺകുട്ടികൾ തന്നെ പരസ്പരം കൂടി നിന്നിട്ട് പുറമെ റോട്ടിൽ പരസ്യമായിട്ട് പെൺകുട്ടികൾ തന്നെ സംഘം ചേർന്ന് അടിപിടി കൂടുതലാണ്. ഇതിലൊക്കെ കൂടുതലും മുസ്ലിം സമുദായമാണ്, നമ്മുടെ പേരുള്ള, നമ്മുടെ കുടുംബങ്ങളിലുള്ളവരാണ്, നമ്മുടെ സഹോദരന്മാർ സഹോദരികളുമാണ്. നമുക്ക് തോന്നുന്നു എന്റെ വീട്ടിലല്ലല്ലോ, അല്ലല്ല, അത് നാളെ നമ്മുടെ വീട്ടിലാവാൻ സാധ്യതയുണ്ട്. ഓരോ വീടുകളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പണ്ടൊക്കെ പറയും, എന്താ പറയാ, നമ്മൾ പറയല് ചില എന്താ പറയുക ഭീകരവാദികൾ, അതായത് ഇസ്ലാമിനോടിന്റെ ശത്രുക്കൾ, ഇസ്ലാമിനെ മുസ്ലിമീങ്ങളെ വകവരുത്താനാവുന്ന ശത്രുക്കളുടെ ഭാഗത്തു നിന്നാണ് പീഡനങ്ങളും മറ്റും വന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ശരി, അതും ശരിയാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് സ്വന്തം വീടുകളിൽ വന്നുകൊണ്ട്. ഇതെന്താണ് കാരണം എന്ന് പറയുന്നത്? ഞാനൊരിക്കൽ ഒരു സംഘത്തിന്റെ കൂടെ സംസാരിച്ചപ്പോൾ ചർച്ച ചെയ്തപ്പോൾ അവര് പറഞ്ഞത്, അവര് ഒരു മുസ്ലിയാരും ഉണ്ടായിരുന്നു, പലരും ഉണ്ടായിരുന്നു, വിദ്യാസമ്പന്നരായ, അതായത് മതവിദ്യാഭ്യാസമുള്ള ഉസ്താദന്മാർ ഉള്ള സദസ്സാണ്. ഉസ്താദുണ്ടല്ലോ, പ്രധാന ഉസ്താദുണ്ട്. അവര് പറഞ്ഞത് ഇപ്പോഴോ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവും, മദ്രസകളില്ലാത്തത് കൊണ്ടാണ്, മദ്രസ പഠനം ശരിയാമണത്തിൽ നമ്മൾ നടത്താത്തത് കൊണ്ടാണ്, മഹല്ലുമായിട്ട് നമ്മൾ ബന്ധപ്പെടാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. ഇപ്പോഴെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കി നന്നായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. അങ്ങനെയല്ല,
നമ്മൾ ശരിക്കും മനസ്സിലാക്കണം എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വരുന്നു നമ്മുടെ വീടുകളിൽ. അതായത് വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് മുന്നിലുള്ളത് ആരാണെന്ന് മനസ്സിലാവുന്നില്ല. ഇത് ഉമ്മയാണോ ഉപ്പയാണോ, ഉമ്മയുടെ മഹത്വം എന്താണ്, ഉപ്പയുടെ മഹത്വം എന്താണ്, എന്റെ അനുജന്റെ മഹത്വം എന്താണ്, അനുജത്തിയുടെ മഹത്വം എന്താണ്, അയൽപക്കത്തുള്ള മുസ്ലിം സഹോദരിമാരുടെ അവസ്ഥ എന്താണ്, ഇനി അന്യമതസ്ഥരോടും എങ്ങനെ പെരുമാറണം, ഇതൊന്നും ഇവർക്ക് മനസ്സിലാവണില്ല. അപ്പൊ നമ്മൾ പറയും മയക്കുമരുന്ന് ഉപയോഗിച്ചത് കൊണ്ടാണ്. എല്ലാ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടല്ല, അതിനേക്കാൾ വല്ല മയക്കുമരുന്നുള്ളിൽ വേറെ കയറിയിട്ടുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ചർച്ചയിൽ പറഞ്ഞു, മദ്രസ വിദ്യാഭ്യാസം ഇല്ലാത്തവരോട് ഞാൻ പറഞ്ഞു, നമ്മളവിടെ ഉമ്മായുടെ തല പിടിച്ചു കൊന്നത് ഓർമ്മയുണ്ടല്ലോ, വാപ്പാനെ കൊന്നു സഹോദരിയെ കൊന്നു. ഉമ്മയോട് പറ, ഉമ്മ മാപ്പ് ചെയ്യണം കേട്ടോ. അത് എന്താ, നിങ്ങളുടെ എന്റെ അനുജത്തിമാരെ, എന്റെ അനുജന്മാരെ, അവരെ ഒന്നും ചീറ്റിക്കൊറ്റാൻ ഞാനൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പട്ടിണിയാവൂലേ, അപ്പൊ അവര് വിഷമിക്കെത്തിച്ചിട്ടാണ് ഞാൻ നിങ്ങളൊക്കെ പിന്നെ പ്രയാസമാവുച്ചിട്ട് നിങ്ങളെയും കൊല്ലണം അവരെയും കൊല്ലണം. അപ്പൊ മനസ്സിലായില്ല എന്താണ്, ഇവനാണ് തീറ്റിപ്പോറ്റുന്നത്, റബ്ബ് ഓനായിട്ട് മനസ്സിലാക്കുന്നത്, ഇവൻ പരിപാലകനായിട്ട് അവനെയാണ് മനസ്സിലാക്കുന്നത്, അള്ളാഹനെ മനസ്സിലാക്കിയിട്ടില്ല. ഇന്ന് എനിക്ക് പറയാനുള്ളത്, ഇവിടെ അങ്ങനെ ചെയ്തു പോയ ആ കുട്ടികള്, അതുപോലെ തന്നെ സ്വന്തം സുഹൃത്തിനെ കൊന്നില്ല, ഒപ്പം നിൽക്കുന്ന സ്വന്തം സുഹൃത്ത്, ആത്മസുഹൃത്ത്, എല്ലാ കാര്യം ചർച്ച ചെയ്യുന്നത്, അവനെയാണ് എന്ത് ചെയ്യുന്നത്, ഇവൻ പോയിട്ട് കൊല്ലുന്നത്. അപ്പൊ ഈ കൊല്ലുന്ന കുട്ടികള് അവരുടെ വീട്ടിലൊന്ന് പോയി ചോദിച്ചു, ഇവർ മദ്രസ പഠിക്കായിട്ടാണോ? ഇവർ മദ്രസ പഠിക്കാഞ്ഞിട്ടല്ല, അത് വിട്ടിട്ടാണ് പറയുന്നത്. ഇവര് മദ്രസ പഠിച്ചിട്ടുണ്ട്. ഇന്നും മദ്രസ പഠിപ്പിക്കാത്തവരാരാള്? ഏത് മാതാപിതാക്കളും കുട്ടികളെ മദ്രസ പഠിപ്പിക്കും. ചിലപ്പോൾ സ്കൂളിനെക്കാളും കൂടുതൽ പ്രാധാന്യം മദ്രസക്കാവും കൊടുക്കില്ല, ഇല്ലാന്ന് പറയാം. നമ്മളെ ഭാഗങ്ങളിലൊക്കെ, നമ്മുടെ പോട്ടൂർ സ്കൂളിലെ ഭാഗത്ത് മദ്രസനെക്കാട് കുട്ടികൾ പാരന്റ് മീറ്റിംഗിൽ കുട്ടികൾ മദ്രസ സ്കൂളിൽ പാർക്ക് പറഞ്ഞതല്ല എന്ത് രക്ഷിതാക്കൾക്ക് വിഷയം, കുട്ടി മദ്രസയിൽ മാർക്കില്ല. അതുപോലെ സാഹിത്യോത്സവം, കലോത്സവത്തില് പ്രശ്നം, അവര് കുട്ടിക്ക് ഫസ്റ്റ് നേടിയാലും കുഴപ്പമില്ല. അറബിക് കലോത്സവത്തിൽ കുട്ടിക്ക് ഫസ്റ്റ് നേടണം, മദ്രസ കലോത്സവത്തിൽ കുട്ടിക്ക് ഫസ്റ്റ് നേടണം. ഇങ്ങനെയുള്ള മാതാപിതാക്കളാണ്. പിന്നെ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഇതാ ഞാൻ പറയുന്നത്. ഇത് ശരിക്കും മനസ്സിലാക്കേണ്ടത്. ഇന്ന് മാതാപിതാക്കൾ ഇത് ചെയ്യണില്ലെങ്കിലും അവനും ആ അവസരം ചെയ്യും അവസ്ഥ തന്നെയാണ്. മാതാപിതാക്കൾക്കും പ്രശ്നം തന്നെ. അപ്പൊ ഇതിനുള്ള പരിഹാരം ഞാൻ പറഞ്ഞു, ഇതുകൊണ്ടല്ല മദ്രസ പഠിക്കാൻ തോന്നുന്നില്ല. പിന്നെന്താ, മദ്രസ നല്ലോണം പഠിച്ചിരുന്നു. പക്ഷെ ഇത് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നമ്മളെ കുട്ടികൾക്ക് വകതിരിവില്ല, ഓരോന്നും വകതിരിച്ചിട്ട് മനസ്സിലാക്കാനുള്ള കഴിവില്ല. എന്തിനെ, ഇത് ഉമ്മയാണ്, ഉപ്പയാണ്, സഹോദരങ്ങളാണ്, ഇത് ഉസ്താദാണ്, ഇത് പണ്ഡിതനാണ്, ഇത് കള്ളാണ്, ഇത് മയക്കുമരുന്നാണ്, ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്, ഇത് ചെയ്യാൻ പാടുള്ളതാണ്, ഇത് ആരാണ്, അള്ളാഹ് ആരാണ്, ഇത് ആരെ കൽപ്പിച്ചവനും വേണം മനസ്സിലാക്കുന്നത്. കൽപ്പിച്ചവനെ മനസ്സിലാക്കല്ലേ. കള്ളുകൂടി ഹറാമാണ് എന്ന് പറഞ്ഞവൻ ആരാണ്, അതിന് ശിക്ഷ വിധിച്ചവൻ ആരാണ്, മയക്കുമരുന്ന് നിഷിദ്ധമാണെന്ന് പറഞ്ഞതവൻ ആരാണ്, മാതാപിതാക്കളെ ബഹുമാനിക്കണം ആദരിക്കണം എന്ന് പറഞ്ഞത് ആരാണ്, കൊലപാതകം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് ആരാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ആരാണ്? ഈ അള്ളാനെ അറിയണം. അള്ളാനെ സംബന്ധിച്ച് ബോധമില്ല. അങ്ങനെ തന്നെയല്ലേ. ഇപ്പൊ ഞാൻ സാധാരണ പറയാറുള്ളത്, നമ്മൾ ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്കിൽ പോവാണ്, ലൈസൻസ് ഇല്ല, ഒന്നും ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്കിൽ പോകുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ വണ്ടിന്റെ ഇൻഷുറൻസ് ചെയ്തേക്ക്, ആ സന്ദർഭത്തിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കും തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യും? പോട്ടെ, ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്ന ടൈമിൽ നമ്മൾ ഒരാൾ കയ്യാട്ടി നിർത്തി. അപ്പൊ നോക്കുമ്പോ എന്താണ്, അയൽവാസിയായുള്ള പോക്കരക്കാണ്. അങ്ങനെ അയൽവാസി അനസാണ്, മനസ്സിലാവും. അനസാക്ക കയ്യാട്ടി നിർത്തി. നമ്മള് ലിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്നത് ഉടനെ അനസാക്ക പറയാണ്, ലൈസൻസ് എടുക്ക്, ഹെൽമെറ്റ് എവിടെ? നമ്മളെന്താ പോയി എങ്ങക്ക് വേറെ വട്ടം, ഞാൻ ധൃതി പോകണ തമാശ കളിക്കാൻ വന്നിട്ട് അവിടുന്ന് പോവും. പിന്നെ അവിടെ നിൽക്കും, നേരല്ലെങ്കിൽ എന്താ കാരണം? നമുക്കറിയാം അനസാക്ക ആരാണ്, അനസാക്കക്ക് എന്ത് ചെയ്യാൻ പറ്റും. അനസാക്ക ഇത് പറഞ്ഞാലും എന്താണ് ഇപ്പൊ അനസാക്ക പറഞ്ഞ ഉദ്ദേശം? ഒന്നല്ലേ മൂപ്പർക്ക് ലേശം പിരിയായിരിക്കും, അതല്ലെങ്കിൽ മൂപ്പർ നമ്മളെ തമാശാക്കാൻ നേരല്ലാത്ത നേരത്ത് ആണ്. അതേ സ്ഥാനത്ത് നമ്മൾ കുറച്ചുകൂടി പോയി, ഒരു പോലീസുകാരൻ കയ്യാട്ടുള്ള പോലീസുകാരൻ, അല്ലെങ്കിൽ അവരുടെ ആരാണ് RTO, അവരുടെ വണ്ടി അവിടെ കണ്ടാൽ മതി. നിങ്ങൾക്ക് ഹെൽമെറ്റിലെ ലൈസൻസ് നിങ്ങൾ എന്താ ചെയ്യും? കണ്ടത് പകുതി മതി. നമ്മൾ പറയും കണ്ടത് പാതി കാണാത്തത് പാതി. വണ്ടി തിരിച്ച് വേറെ റൂട്ടുണ്ടോ നോക്കും, ലൈനും മണ്ടു കണ്ടു. എന്തിനപ്പം വണ്ടിയത്? ഇതേപോലെ തന്നെ അനസാക്കാരമായി തന്നെയല്ലേ അയാളോട് പറഞ്ഞത്.
ഓയി കാക്ക ഞങ്ങൾക്ക് നേരില്ല എന്നുകൊണ്ട് പോയിക്കോളും. പോയാൽ വിവരം അറിയും. കാരണം നമ്മൾക്കറിയാം അയാളൊരു ഉദ്യോഗസ്ഥനാണ്, ഇതിന് ഏൽപ്പിക്കപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. അയാൾ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ എനിക്ക് മുട്ടിന് പണി കിട്ടും, 8ന്റെ പണി കിട്ടും. നല്ല 5 കിലോന്റെ കട്ട് എടുത്ത് ചിലപ്പോൾ ഇടി കിട്ടും. അവിടെ പോയാൽ മാത്രം നല്ല ഫൈൻ കൊടുക്കുന്നു. എനിക്ക് 11 പറ്റില്ല. അപ്പൊ ഈ ആളെ പറ്റുള്ള അറിവാണ് എന്ത് ചെയ്യുന്നത്, ഇവരെ തിരിച്ചു. പലരും പറയും ദൈവം അല്ലെങ്കിൽ അള്ളാഹു എന്തിനാണ് ഇപ്പൊ ഇതിങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ശിക്ഷിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മയക്കുമരുന്ന ശിക്ഷ ആരാ നടപ്പാക്കി, കള്ളുകുടിയുടെ ശിക്ഷ ആരാ നടപ്പാക്കി. അപ്പൊ ചിലരൊക്കെ പറയുന്നതാണ് ദൈവം എന്തിനാ ശിക്ഷ നടപ്പാക്കി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഇപ്പൊ പോലീസുകാരൻ ഹെൽമെറ്റ് ഇടാതെ പോയവർക്കും അതുപോലെ തന്നെ ലൈസൻസ് ഇല്ലാത്തവർക്കും എന്തിനാ ഗവൺമെന്റ് ശിക്ഷ നടപ്പാക്കി? ഹെൽമെറ്റ് നമ്മളല്ല കാശെടുത്തതാണ്. ഇനി അവര് പറയണ നിയമം എന്താ, അവിടെ എന്റെ തല പൊളിഞ്ഞ് മരിക്കും, ഞാൻ മരിച്ചോട്ടെ, നിങ്ങൾക്ക് എന്താ, നിങ്ങൾ എന്തിനാ ഫൈൻ എടുത്ത് നിങ്ങൾ ശിക്ഷ നടപ്പാക്കണം? നിങ്ങൾ എന്തിനാണ് 5 കിലോന്റെ കട്ടെടുത്ത് ഇടിക്കുന്നത്? ഞാൻ കട്ടോട്ടെ, എനിക്കല്ല എന്റെ കേട് ഇല്ല. ഇനിയിപ്പോ വേറെ ആൾ കേടുണ്ടെങ്കിലും നിങ്ങൾ ആരാണ് ചോദിക്കാൻ? ശിക്ഷ നടപ്പാക്കൽ ശരിയല്ലല്ലോ. നിങ്ങളൊക്കെ നമ്മളെ സ്നേഹം ഉണ്ടാവേണ്ടവരല്ലേ എന്നൊന്ന് പറഞ്ഞു. അവിടെ പോയിട്ട് നിയമം കോടതിയിൽ പോയിട്ട് ഒരു ബുദ്ധിയും പറയില്ല. അവ ശരി തന്നെയാണ്, അങ്ങനെ ശിക്ഷ നടപ്പാക്കിയോണ്ടാണ് അങ്ങനെ ശിക്ഷ നടപ്പാക്കിയത് കൊണ്ടാണ് ഇത്രയെങ്കിലും ശരിയായി പോകുന്നത്. ഇപ്പൊ പറയണില്ല ആളുകൾ, ഇപ്പൊ പറയണില്ല. ഇസ്ലാം വ്യഭിചരിച്ചാലെന്തിന് ഇങ്ങനത്തെ ശിക്ഷ വെച്ചു? കട്ടാലെന്തിനാ കൈമുറിക്കണേ? മയക്കുമരുന്നിന് എന്തിനാണ് ഇങ്ങനെ 40 അടിയൊക്കെ മദ്യപിച്ചവർ കൊടുക്കണേ എന്നൊക്കെ പറയുന്ന ആളുകൾ ഇപ്പൊ എന്താ പറയണത്? കുട്ടികളാണെങ്കിൽ പോലും ശിക്ഷിക്കണം എന്നപ്പൊ നിയമം വരാൻ പോകുന്നു. അവിടെ ബുദ്ധി പറയണത് ശിക്ഷ നടപ്പാക്കിയാൽ ആള് നേരെ കൊടുക്കാൻ. മനുഷ്യനെ സൃഷ്ടിച്ച സിട്ടാവായ അള്ളാഹു തആല ഒരു ശിക്ഷ വെച്ചിട്ടുള്ളത് കാര്യത്തിനാണ് വെച്ചിട്ടുള്ളത്. പറഞ്ഞു വരുന്നത് അതല്ല. അള്ളാഹിനെ സംബന്ധിച്ച് ശരിക്കുള്ള ബോധം ഇവരില്ല. അതുകൊണ്ട് അവൻ കള്ളുടിക്കാൻ തുടങ്ങി, മയക്കുമരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഉമ്മാനെ ആദരിക്കാതിരിക്കാൻ തുടങ്ങി. ഇവിടെ ചിന്തിക്കേണ്ട വിഷയം എന്താ, അത് നമ്മൾ പഠിച്ചിരിക്കണല്ലോ എന്ന്. മദ്രസയെ പഠിച്ചിട്ടുണ്ട്, 10ാം ക്ലാസ് പരീക്ഷ എഴുതിയിട്ടുണ്ട്, 7ാം ക്ലാസ് പൊതുപരീക്ഷ എഴുതിയിട്ട് റാങ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അവർക്ക് പോകാനായിരിക്കും ചിലപ്പോൾ ഉപ്പാനും ഉമ്മാനും കൊല്ലാൻ പോണത്, അല്ലെങ്കിൽ പെണ്ണിനായിട്ട് ഒളിച്ചു വിടുന്നത്, അല്ലെങ്കിൽ 7ാം ക്ലാസ് പൊതുപരീക്ഷ എഴുതി പെൺകുട്ടിയായിരിക്കും അയലക്കത്തെ RSSന്റെ കൂടെ ഒളിച്ചു വിടുന്നത്. ഇതെന്ത് സംഭവം എന്നറിയോ? നീ പറഞ്ഞുതരാം. ഞാൻ എന്നോട് സംസാരിച്ച അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ശരിയാണെങ്കിൽ നിങ്ങൾ സമ്മതിച്ചാൽ മതി. നമ്മൾ ശരിക്കും മദ്രസ പഠിക്കുന്ന കുട്ടികൾ മെച്ചൂർ ആവാത്ത കാലഘട്ടത്തിൽ ശരിക്കുള്ള ചിന്തിച്ചിട്ട് വിവേകത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യാനുള്ള പക്വത അവർക്ക് വന്നിട്ടില്ല. ഫത്തുഹുൽ മുഈനെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ശരിയാ പക്വത വന്ന് ഏകദേശം 14 വയസ്സിലാണ് ഒരു മുർഷിദാവുന്നത്. ഒരു മെച്ചൂർ ആവുന്നത് ഏകദേശം 14 വയസ്സാണ് പറയുന്നത്. അല്ലെങ്കിൽ അവർക്ക് പ്രായപൂർത്തിയാവുന്ന അടയാളങ്ങൾ അവരിൽ ഉണ്ടാവണം, അല്ലെ? അങ്ങനെയാണ് ആൺകുട്ടികൾക്കുള്ള കാര്യങ്ങൾ അതിൽ പറയുന്നത്. മെച്ചൂർ ആവുന്ന ഒരു പ്രായമുണ്ട്. നല്ലതും തീയതും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന കുട്ടികൾക്കുള്ള ഒരു പ്രായമുണ്ട്. ആ പ്രായത്തിന് മുന്നെയാണ് നമ്മൾ മദ്രസ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക്. 1ാം ക്ലാസ് മുതൽ പഠിപ്പിക്കലുണ്ട്, അതിന് മുന്നേ തന്നെ പഠിപ്പിക്കലുണ്ട്. എന്നിട്ട് പഠിപ്പിക്കുന്നത് എന്താണ്? അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിപ്പിക്കും. അള്ളാഹു ഏകനാണ്, അവന് തുല്യമായ ആരുമില്ല, അവന് ഭാര്യയില്ല, അവന് സന്താനമില്ല, അവന് മന്ത്രിമാരില്ല, അവന് സഹായില്ല, പാവം. ഇങ്ങനെ കുട്ടിയുടെ മനസ്സിൽ. അല്ലെങ്കിൽ ഇനി വല്ലതും ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ തല്ലാനും കൊല്ലാനും, ഇനി അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ മഷറ ചെന്നാൽ നല്ല നരകത്തിയിടാനും, ഖബറിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അള്ളേ റസൂലും പറഞ്ഞ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഖബറിൽ ചെന്നാലേ ശിക്ഷ. ഇങ്ങനെയുള്ള ഒരു രീതിയാണ് നമുക്ക് അറിയുള്ളൂ, കുട്ടികൾക്ക് അറിയുള്ളൂ. ഇനി അതും പരീക്ഷ എഴുതാൻ വേണ്ടി പരീക്ഷയിൽ എത്ര മാർക്ക് വാങ്ങാൻ പറ്റും, എത്ര കൂടുതൽ നമുക്ക് റാങ്ക് വാങ്ങാൻ പറ്റുമോ പൊതുപരീക്ഷയ്ക്ക്, അപ്പൊ അതിനുവേണ്ടി പഠിക്കുന്നു, എഴുതുന്നു, കഴിഞ്ഞു. ഈ തെക്കുവ ഉണ്ടെങ്കിൽ ആ പഠിച്ച തെക്കുവ ഉണ്ടാവുള്ളൂ. അള്ളാഹിനെ സംബന്ധിച്ച് അറിഞ്ഞത് എന്താ? പാവം എന്ന് പറയുന്ന രീതിയിൽ പോണ ആൾക്കാർ ഉണ്ടിട്ടാ, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അള്ളാഹ്ക്ക് കണ്ണില്ലെത്രേ, കാതില്ലെത്രേ. കണ്ണില്ല എന്ന് പറഞ്ഞ കണ്ണിന്റെ ആവശ്യമില്ല എനിക്ക് കാണാൻ, കാതിന്റെ ആവശ്യമല്ല അവന് കേൾക്കാൻ. അതുകൊണ്ട് അള്ളാഹ്ക്ക് കണ്ണില്ല. അല്ലാതെ നമുക്ക് കണ്ണിന് എന്തിനാ കാണാനാ? കാണാൻ കാഴ്ചയില്ലാതെ കണ്ണോട് വല്ല കാര്യമാണ്. കണ്ണെന്ന് അറിയുന്നല്ല, അല്ലേ? അതല്ലോ അതെ. അള്ളാഹ്ക്ക് ഏറ്റവും കഴിവുള്ളവനാണെന്ന് തെളിയിക്കാനാണ് ഈ പറയുന്നത് അവന് കണ്ണില്ലാത്ത കാണുന്നവരാണ്, അല്ലെ? അള്ളാഹു ഏകനാണ്, അവന് തുല്യമായ ആരുമല്ല. ഇതാണോ അള്ളാഹിനെ സംബന്ധിച്ചത് മാത്രം പോരാ. പഠിക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ നമ്മളല്ലേ പഠിക്കുന്നത് എന്താണ്? അള്ളാഹു ആണ് ഭക്ഷണം നൽകുന്നവൻ, അള്ളാഹു ആണ് വെള്ളം നൽകുന്നത്. പക്ഷെ കുട്ടിയാണ് ഈ പഠിക്കുന്നത് 3ാം ക്ലാസ്, 4ാം ക്ലാസ്, 5ാം ക്ലാസ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ്സിലാണ് കുട്ടിയാണ്. ഈ കുട്ടീന്റെ അനുഭവത്തിലേക്കാണ്. കുട്ടികൾ എപ്പോഴും അനുഭവത്തിലേക്ക് തിരിയും. നമ്മുടെ വീട്ടിൽ ഉമ്മയും ഉപ്പയും വഴക്കാളികളാണെങ്കിൽ കുട്ടി വലുതായ വഴക്കാളിയാവും. ഉമ്മയും ഉപ്പയും തഹജ്ജുദ് നിസ്കരിക്കുന്നവരും, ഖുർആൻ ഓതുന്നവരും, സത്യം പറയുന്നവരും, തെറി വിളിക്കാത്തവരും, നല്ല സ്നേഹത്തിൽ ഇരിക്കുന്നവരുടെ കുട്ടിക്ക് സ്വഭാവം ഉണ്ടാവും.
കുട്ടി അങ്ങനത്തെ ക്ലിയർ കൂടി വരും. അതായത് കുട്ടികൾ എപ്പോഴും അനുഭവങ്ങളാണ് നോക്കുക. കുട്ടി അനുഭവത്തിലൂടെ പോകുന്ന ആളുകളാണ് കുട്ടികൾ. അവർ കണ്ടറിയാണ്, കേട്ടറിയാണ് കുട്ടികൾ. ഈ കുട്ടികള് നമ്മൾ പഠിപ്പിക്കണത് എന്താണ്? അല്ല ഭക്ഷണം നൽകുന്നു എന്നുള്ളത്. പക്ഷെ കുട്ടിയുടെ അനുഭവം വീട്ടിൽ വന്ന ഉമ്മയാണ് ഭക്ഷണം നൽകുന്നത്, ഉപ്പയാണ് അതിന്റെ കാശ് അയച്ചു കൊടുക്കുന്നത്. ഉപ്പാക്ക് ജോലി ഉണ്ടായതുകൊണ്ട് അത് ഇതന്നെയല്ലേ. അപ്പൊ ഇവന്റെ ഉള്ളിൽ വരുന്നത് എന്താ? അള്ളാഹിനെ സംബന്ധിച്ച് ഇതൊക്കെ പറയാനും പഠിക്കാനുള്ളത്, അനുഭവിക്കാനുള്ള യഥാർത്ഥ ഇന്നതാണ്. കാരണം അവൻ ഈ പഞ്ചേന്ദ്രിയങ്ങളോട് കൊണ്ട് അവനെന്താണ് എത്തിച്ചത് അതേ അവനക്ക് അറിയുള്ളൂ. അപ്പൊ അല്ല നീ ആകാശത്തിന് മേലുണ്ട്, ഇനി പഠിച്ചുണ്ടത്രേ, അപ്പൊ അവിടെ ശിക്ഷിക്കോത്ര, ആ ശിക്ഷ നമുക്ക് ധരിക്കാനും പറ്റൂല. അതുകൊണ്ട് ഒരു നിസ്കാരം ഇങ്ങനൊരു പോക്കാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കുട്ടി വലുതായിട്ടുണ്ടെങ്കിൽ അവർ മെച്ചുവർ ആവുമ്പോഴാണ് നമുക്ക് ശരിക്കും ഇതിനെപ്പറ്റി കൂടുതൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, എന്റെ മാതാപിതാക്കന്മാരെ, കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, എനിക്ക് പറയാനുള്ളത്, നമുക്ക് വിവേകം വന്നതിന് ശേഷം നാം പഠിക്കാൻ തയ്യാറാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് റസൂലിനെ സംബന്ധിച്ച് ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. അള്ളാഹു റസൂൽ അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തത് സഹാബാക്കൾക്ക്. ബുദ്ധിവെച്ച പ്രായത്ത് പഠിപ്പിക്കേണ്ടതാണ്. ഇത് നമ്മൾ ബുദ്ധിവെച്ച പ്രായം 10ാം ക്ലാസ് കൊണ്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യില്ല? നമ്മൾ സാധാരണ 10ാം ക്ലാസ് ആയാൽ തന്നെ കുട്ടികളോട് പറയുന്നതാണ്, ഇനിയിപ്പോ 10ാം ക്ലാസ് ആണ്, ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുക. അതിന്റെ സ്പെഷ്യൽ ക്ലാസ്സുകളും രാവിലെയും വൈകുന്നേരവും. പിന്നെ അത് കഴിഞ്ഞ് +1 ആയി, +2 ആയി, പിന്നെ ജോലിക്കുള്ള കാര്യങ്ങളായി. ആൺകുട്ടികളെ ഇപ്പൊ പെൺകുട്ടികളും ആ ഒരു രീതിയിലാണ്. ആയിക്കോട്ടെ, ഒരു ജോലി നേടണം, ഇവിടെയുള്ള കാര്യങ്ങൾ നേടണം. മാതാപിതാക്കൾ പോലും ഇനി കുട്ടിയെ ഡോക്ടർ, എഞ്ചിനീയർ ആക്കാനും ഡോക്ടർമാരാക്കാനും അല്ലെങ്കിൽ വേറെ എന്തൊക്കെ പുതിയതൊക്കെ ഉണ്ട്, അതിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള ശ്രമമായി അതാ പഠിപ്പിച്ചു. പിന്നെ കുട്ടിക്ക് കിട്ടുന്നത് സോഷ്യൽ മീഡിയയിലൂടെയുള്ള കാര്യങ്ങളാണ്. അവന്റെ ആത്മാവ് വളരുന്ന കാലമാണ്. അവന്റെ ആത്മാവ് വളരുന്ന കാലത്ത് അവന് സോഷ്യൽ മീഡിയയിൽ കൂടി കിട്ടുന്ന എന്താണ്? യുക്തിവാദികളുടെ സോഴ്സുകളാണ്. അവന് കിട്ടുന്നത് അവന്റെ കൂട്ടുകാരാരൊക്കെയാണ്, അതുപോലും നമ്മുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കണില്ല. കൂട്ടുകാരാരായാലും വേണ്ടില്ല, അങ്ങോട്ട് വിടുകയാണ്. ഈ കൂട്ടുകാരെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ മാത്രമല്ല സൂക്ഷിക്കേണ്ടത്. അപ്പം കൂട്ടുകാരന് ആളുകളുടെ മാതാപിതാക്കൾ ആരാണ്, ആ മാതാപിതാക്കളുടെ സോഴ്സ് ഏതാണ്, അവരെടുത്തുന്നല്ലേ ഈ കുട്ടി പഠിക്കുക. കുട്ടിനെ മാത്രം നോക്കിയാൽ പോരാ, ആ കുട്ടിയുടെ മാതാപിതാക്കൾ എന്താ പറയാ, ഇവരെ എന്താ പറയാന്, ഭീകരവാദികളുമായിട്ടും തീവ്രവാദികളായിട്ടും അതുപോലെ തന്നെ അക്രമകാരികളുമായിട്ട്, കൊട്ടേഷന്റെ ആൾക്കാരുമായിട്ട് ബന്ധമുള്ളവരാണോ, കഞ്ചാവ് വിൽക്കുന്നവരായിട്ട് ബന്ധമുള്ള കുട്ടിയാണോ, അവന്റെ കുട്ടിയാണോ, അവന്റെ കൂട്ടുകാർക്ക് അങ്ങനത്തെ പോലും അവരൊക്കെ പഠിക്കേണ്ടി ഇന്നത്തെ കാലത്ത്. കുറച്ച് പണിയുണ്ട് കുട്ടികളെ വളർത്താൻ. ഈ ഏറ്റാണ്ട് ഉണ്ടാക്കിയല്ല, എന്താ പറയാ, മക്കാണ്ട് ഉണ്ടാക്കി വിട്ടാ പോരാ. അതിനെ അള്ളാഹു ചോദിക്കുന്നതാണ്, അള്ളാഹു ചോദിക്കുന്നതാണ്. അതൊക്കെ അള്ളാഹു ചോദിക്കും. അപ്പൊ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കണമെന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു കുറച്ച് കാര്യം പറയണം. ഇനിയെങ്കിലും ഞാൻ ഈ പറയുന്ന ശബ്ദം കേൾക്കുന്നതോട് പറയാം, ദയവ് ചെയ്ത് നിങ്ങളെ കുട്ടികളെ കൂട്ടുകാരാരാണ്, അടുപ്പാരാണ്, അവരെവിടൊക്കെ ബന്ധമുണ്ട്. അത് പെൺകുട്ടികളല്ല ആൺകുട്ടികളാണ്, മനസ്സിലാവും? പെൺകുട്ടികളുടെ എന്താ പറയാ, കുട്ടികള് 10ാം ക്ലാസ് കഴിഞ്ഞു. അപ്പൊ തുടങ്ങി ഇന്ന ഉപ്പാന്റെ അടുത്തേക്ക് വന്ന് പറയാ, ഉപ്പ എന്റെ സ്നേഹിതന്മാരെ വിരുന്ന് വെച്ചിട്ട് ഇന്ന സ്നേഹിതന്റെ വീട്ടിൽ എല്ലാരും കൂടുന്നുണ്ട്, ഞാൻ പോട്ടെ. അപ്പൊ മാതാപിതാക്കൾ നല്ലതല്ലേ, നല്ല ഇതല്ലേ, പോയിക്കോട്ടാണ്ട് വിടാണ്. അങ്ങനെ വിടരുത്. ഇനി പഠനത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ സ്കൂളിൽ വിട്ടിരുന്നത്, കൂട്ടുകെട്ടുണ്ടാക്കാനല്ല. കാരണം എന്താണ്, ഈ കൂട്ടുകെട്ടിലുള്ള പെൺകുട്ടികൾ ആരൊക്കെ നിങ്ങൾക്ക് അറിയില്ല. എനിക്ക് അനുഭവമുണ്ട്. പല ആളുകളും വന്ന് പറഞ്ഞത് സ്വന്തം കൂട്ടുകാരികളാണ് മറ്റുള്ള ആൺകുട്ടികൾ പോയി ഒളിച്ചോടാനുള്ള എല്ലാ കാര്യം ഉണ്ടാക്കി കൊടുക്കുന്നത്. പെൺപാണിമത്തിന് കൂട്ടു നിൽക്കുന്ന ഇതിലുള്ള പെൺകുട്ടിയാ, ഇവരെ കൂടെ പഠിച്ച പെൺകുട്ടി. നമ്മൾക്ക് അറിയണ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പെൺകുട്ടിയാണ് എന്ത് ചെയ്യണത്, ആൺകുട്ടിയെ സംബന്ധിച്ചുള്ള ബന്ധം ഉണ്ടാക്കി കൊടുക്കുന്നത്. കൂടെ പഠിക്കുന്ന ആൺകുട്ടികളും അല്ലെങ്കിൽ സീനിയർ ആൺകുട്ടികളും ബന്ധം ഉണ്ടാക്കി കൊടുക്കുന്നത് ഇവിടെ കൂട്ടുകാരിയാണ്. അങ്ങനെ അതൊരു ഉദാഹരണം. പെൺകുട്ടികളും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്ന്, പെൺകുട്ടികളും കള്ളു കുടിക്കുന്നുണ്ട്. നമ്മളന്ന് വിട്ടുകൊടുക്കുന്ന എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇന്നത് കഴിഞ്ഞു വരി ഓൾ അവിടെ കഴിഞ്ഞിട്ട് എന്താണെന്ന് അറിയൂ. നമ്മളെ കുട്ടികളുടെ മാതാപിതാക്കൾ, ആ കുട്ടിയുടെ മാതാപിതാക്കൾ ഉഷാറാണ്, ആ വീട് നല്ല വീടാണ്, അവരൊക്കെ നല്ലവരെന്നെ, അവർക്കാണ് അവിടെ ഇരുന്ന് ക്ഷണിച്ചിരിക്കുന്നത്. അവർക്ക് തന്നെ അറിയില്ല ഇവരെന്താ ചെയ്യുന്നത്. ഈ കൂട്ടുകാരികൾ ആരാണെന്ന് അറിയില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സ്വന്തം കുട്ടികളെ അവിടെ നല്ലപോലെ പറഞ്ഞു കാണും. നമ്മളെന്നെ എന്ത് ചെയ്തോളി, അങ്ങനെ പോണ്ട. ആ ഇന്നത്തെ കൂട്ടുകാരെന്ന ശരിക്കും പഠിക്കാതെ കണ്ട് വിടരുത്. അതാ പറയാനുള്ളൂ. നിങ്ങൾക്ക് അത്ര ഉറപ്പുണ്ടോ, നിങ്ങൾ പൊക്കോ. നിങ്ങളെ കുട്ടികളായിട്ട് പോയിട്ട് നിങ്ങൾ കൂടി സാഹസിക്കുന്ന സദസ്സായിരിക്കണം. കുട്ടികളെ വിടാൻ പാടില്ല. അതാണ് ഒന്നാമത് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഗെറ്റ് ടുഗദർ ആയാലും വേണ്ടില്ല, ഇനി കെട്ട് ടുഗദർ ആയാലും വേണ്ടില്ല,
എന്തിനുമായാലും ശരി എന്ത് വേണം, നിങ്ങൾ കൂടി പോണം. ഭർത്താവിനോട് വിളിക്കാണ് ഭാര്യ, ഗെറ്റ് ടുഗദർ ഉണ്ട്, +2 അന്ന് പഠിച്ചതാണ്, ഇവിടേക്ക് 2 കുട്ടികളായി, ഞാനൊന്ന് പോട്ടെ, ഇവരൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്നാണ് ബന്ധം തുടങ്ങുന്നത്. മറ്റേ അന്ന് പഠിച്ച ബന്ധം, പണ്ട് പഠിച്ചപ്പോൾ ഉണ്ടായ പ്രണയം വീണ്ടും പൂക്കുകയാണ്. ഇതിന് ഭർത്താവ് വിട്ടുകൊടുക്കുക. എന്തിനാണ് ഇത് വിടുന്നത്? അവ ചിലർ പറഞ്ഞു ഞാനും കൂടി പോകാണ് കൂടെ. ഈ പോയിട്ട് എന്താ കാര്യം? അനക്കും ഉള്ളത് അനക്കും വേറെ പുതിയ പ്രണയം ഉണ്ടാക്കാമല്ലോ അവിടെ പോയിട്ട്. അന്യ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ നിങ്ങൾക്ക് എന്തിനാ ബന്ധം? ഇതിന്റെ പേരിൽ എന്ത് ബന്ധമുള്ളത്? ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്? അന്യ പുരുഷന്മാരും സ്ത്രീകളും മുന്നേ ഉള്ള ഏതോ പഠനകാലത്തെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടിയിട്ട് ചർച്ച ചെയ്യാനും ഒരുമിച്ച് കൂടിയിട്ട് കഥ പറയാനും ഓർക്കാനും വേണ്ടിയുള്ള ഇസ്ലാമിന്റെ നിയമം എന്താണെന്ന് ചോദിക്കുന്നത്. അതായത് ഇതിനു വേണ്ടിയിട്ടുള്ള സദസ്സുകൾ ഉണ്ടാക്കുക, ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മുടെ നിർബന്ധമായുള്ള കല്യാണങ്ങളിൽ കാണലുണ്ട്, അത് സ്ത്രീകൾ തമ്മിൽ കാണും, പുരുഷന്മാർ തമ്മിൽ കാണും. അത് നിർബന്ധ ഘട്ടങ്ങളാവുമ്പോൾ നമുക്ക് നമ്മളെ ഭാര്യമാരെ കൊണ്ടുകൊണ്ടേണ്ടി വരും. ഇതിനു വേണ്ടിയിട്ട് മുന്നേ പഠിച്ച അന്യ പുരുഷനുമായിട്ടുള്ള ബന്ധം ഈ സ്ത്രീകൾക്ക് കിട്ടുകയാണ്. മുന്നേ പഠിച്ച അന്യ സ്ത്രീകളുമായുള്ള ബന്ധം പെൺകുട്ടികളുമായിട്ട് ഈ പുരുഷന് കിട്ടുക. ഇത് ഹറാമോ ഹലാലോ ഓരോരുത്തരും ചിന്തിക്കുക. അള്ളാഹുവിലും റസൂലും വിശ്വസിക്കുന്നവരോടാണ് പറയാനുള്ളത്, ഏത് സംഘടനക്കാരായാലും. വളരെ ശ്രദ്ധിക്കണം എന്റെ പ്രിയമുള്ളവരെ. അപ്പൊ എനിക്ക് പറയാനുള്ള മെച്ചോറായ ടൈമിൽ ഇതിപ്പോ ഒന്ന്. രണ്ടാമത്തത്, നമ്മൾ ഈ മെച്ചോറായ കുട്ടികൾ ഇങ്ങനെ പ്രായം വെച്ച് വരുന്ന ബുദ്ധിയും വിവേകവും കുട്ടികൾക്ക് തുടങ്ങുന്ന ടൈമിലാണ് ശരിക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചും അവരുടെ റസൂലിനെ സംബന്ധിച്ചും മനസ്സിലാക്കി കൊടുക്കേണ്ടത്. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ മദ്രസ കഴിഞ്ഞ് പിന്നെ ബുദ്ധി വരുന്ന കാലത്ത് കിട്ടുന്ന സോഴ്സുകൾ വേറാണ്. സോഷ്യൽ മീഡിയയിലൂടെയും കൂട്ടുകാരിന് കിട്ടുന്നതൊക്കെ മതത്തിനെതിരായിട്ടുള്ള മെസ്സേജുകളാണ്, മതം പഠിക്കാത്തവരിൽ നിന്നുള്ള മെസ്സേജുകളാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചും റസൂലിനെ സംബന്ധിച്ചും അവരുടെ വിധിവിലക്കളെ സംബന്ധിച്ചും അതിന്റെ പൊസിഷനെ സംബന്ധിച്ചും അതിന് ഗൗരവത്തിനെ സംബന്ധിച്ചും ശരിക്കും അറിയാത്ത ആളുകൾ, പഠിക്കാത്ത മുസ്ലിമീങ്ങൾ, ഇതേപോലെ പഠിക്കാത്ത മുസ്ലിമീങ്ങൾ, അവരിൽ നിന്നുള്ള മെസ്സേജുകളാണ് കിട്ടുന്നത്. ഇതാ കുട്ടി അറിയുന്നത്. പിന്നെ കുട്ടിക്ക് എങ്ങനെയാണ് മാതാപിതാക്കളോട് ബന്ധം ഉണ്ടാവും? അധികവും യുക്തിവാദികളുമായിട്ടാണ്. സോഷ്യൽ മീഡിയയിൽ യുക്തിവാദികളാണ് ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ കൂടുതൽ യുക്തിവാദികളെ ക്ലാസ്സുകൾ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ക്ലാസ് പ്രചരിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ വാക്യവിമാരായാലും ഫൈസിമാരായാലും നമ്മുടെ ഉസ്താദന്മാർ പ്രബോധനം ചെയ്യുന്നു. പക്ഷെ അതൊന്നും ഇന്നത്തെ മെച്ചുറായ കുട്ടികൾക്ക് എത്രയാണ് ഫലപ്പെടുമെന്ന് അറിയില്ല. കാരണം എന്താ? അതിൽ ചരിത്രങ്ങൾ പറയുന്നുണ്ട്. അവർ സ്വഹാബി വനിതകളുടെ ചരിത്രം പറയുന്നുണ്ട്, സഹാബിമാരുടെ ചരിത്രം പറയുന്നുണ്ട്, ഔലിയാക്കളുടെ ചരിത്രങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ടൊന്നും എന്തു പറയില്ല, ജനങ്ങൾ എന്ത് ചെയ്യില്ല, അതുകൊണ്ടൊന്നും വിശ്വാസത്തിൽ മാറ്റം ഉണ്ടായിക്കൊള്ളുന്നില്ല. താൽക്കാലികമായിട്ടുള്ള ആവേശം ഉണ്ടാവും. വിശ്വാസം ആർജിച്ചെടുക്കണമെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയുമ്പോഴാണ് അള്ളാഹുവിനുള്ള ഈമാൻ വർദ്ധിക്കുക. അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് അറിയുമ്പോഴാണ് അള്ളാഹുവിന്റെ റസൂലിനോട് ഈമാൻ വർദ്ധിക്കുക. അതിലേക്കാണ് നമ്മൾ കുട്ടികളെ നയിക്കേണ്ടത്. അതിനുള്ള ക്ലാസ്സുകൾ കൊടുക്കട്ടെ. ഏത് പണ്ഡിതനാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് സംസാരിക്കുന്നത്? ഏത് പണ്ഡിതനാണ് അള്ളാഹു താലാണ് ഭക്ഷണം നൽകുന്നതിന്റെ വിഷയമാക്കി സംസാരിക്കുന്നത്? ഏത് പണ്ഡിതനാണ് അള്ളാഹുവാണ് നിങ്ങളുടെ കാര്യകർത്താവ്, നിങ്ങളെ ചെറുതുമ്പോഴുമായ കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്നവനും പരിപാലിക്കുന്നവനും അള്ളാഹുവാണ് എന്ന മേറ്ററിനെ സംബന്ധിച്ച് സംസാരിക്കുന്ന പണ്ഡിതന്മാർ എത്രയുണ്ട്? ഇന്ന് വിവാദങ്ങളല്ലേ. ഇന്നൊന്ന് ഒന്ന് ആലോചിച്ചു നോക്കി. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസാദർശങ്ങളുമായി കൊണ്ടുപോകുന്ന ആളുകൾ അവരുമായിട്ട് തന്നെ കല്യാണ ബന്ധങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തിന് അവരെ ബഹിഷ്കരിക്കാനും അവരുടെ ജോലി ഒഴിവാക്കാനും അതുപോലെ വിവാദാക്കിയത് എന്താ പറയുക ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് ഇന്നത്തെ പണ്ഡിത ലോകം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളുമുള്ള വിവിധ സംഘടനകൾ ഇവർ പരസ്പരം വേർതിരിഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് വെക്കുക. ഇതാണ് മെസ്സേജ് കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നത്. ഇന്നാലിന്ന ആളുടെ മകളെ കല്യാണം കഴിച്ചത് കാരണത്താൽ അയാൾ പിഴച്ചുപോയി. ഇന്നാലിന്ന ആളുടെ മകനുമായി നിങ്ങൾ കല്യാണം ഉണ്ടാക്കിയത് നിങ്ങളും പിഴച്ചുപോയി. അതുകൊണ്ട് ഇന്നാലിന്ന എന്താ പറയാ പണ്ഡിതന്റെ മകനുമായിട്ട് അല്ലെങ്കിൽ ഇന്നാലിന്ന എന്താ പറയാ അഹ്ലുസുന്നൽ ജമാഅത്ത് അതിന്റെ അഖീദയോടുകൂടി നീങ്ങുന്ന ഒരു ഷെയ്ഖിന്റെ അല്ലെങ്കിൽ ഒരു ഷെയ്ഖിന്റെ ഖലീഫയുടെ മകളുമായി വിവാഹബന്ധം ഉണ്ടാക്കിയാൽ അതുകൊണ്ട് നിങ്ങൾ പിഴച്ചു, അതുകൊണ്ട് നിങ്ങളുമായി യാതൊരു ബന്ധമല്ല, അയാളുമായി ആർക്കും ബന്ധം പാടില്ല, അയാളുടെ ജോലി ഒഴിവാക്കണം എല്ലാവരും. ഇങ്ങനെയൊക്കെ ജനങ്ങളുടെ മുന്നിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ദീനപ്പത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയുള്ള വിവാദങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. നേരം പോലെ നല്ല പോലെ ഉണ്ടായ നിക്കാഹുകൾ
നല്ല സന്തോഷത്തിൽ നടന്നിരുന്ന എന്തൊരു സന്തോഷത്തിൽ റായത്തിൽ നടന്ന വിവാഹങ്ങളെ അതൊരു വലിയൊരു എന്താ പറയുക സോഷ്യൽ മീഡിയയിലുള്ള ഒരു വിഷയമാക്കി മാറ്റുന്ന കാലം. പരസ്പരം അങ്ങോട്ടും ഒന്നും അതിന്റെ പേരിൽ തല്ലുകൂടുകാര് എന്താ അള്ളാഹുവിനും റസൂലിലും സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ എന്തൊക്കെയുണ്ടോ അതിലൊക്കെ ശരിക്കും വിശ്വസിച്ച് നടക്കുന്ന ആളുകൾ. നിന്റെ പ്രിയമുള്ള പണ്ഡിതന്മാരെ അതിൽ നിന്നൊക്കെ പിന്മാറുക, അതൊക്കെ ഒഴിവാക്കി. ഇന്നത്തെ ജനങ്ങൾ ഇത് ആകെ മാറിയിരിക്കുന്നു. ഇത് വളരെ മോശമായിരിക്കുന്നു. നമ്മുടെ സമുദായത്തിലേക്ക് ഇറങ്ങി ഓരോ വ്യക്തികളിലേക്കും ഇറങ്ങി നിങ്ങൾ ആ വ്യക്തികളിലേക്ക് അള്ളാഹിനെ സംബന്ധിച്ച് മനസ്സിലാക്കി കൊടുക്കും, റസൂലിനെ സംബന്ധിച്ച് മനസ്സിലാക്കി കൊടുക്കും. അത് ഇഷ്ടം വേണ്ട. അള്ളാഹുവിനെ സംബന്ധിച്ച് 1 മണിക്കൂർ സംസാരിക്കാൻ പറഞ്ഞു നോക്ക്. കിതാബുകൾ പരതേണ്ടി വരും. കിതാബുകളിൽ അള്ളാഹിനെ പറ്റി എന്താ പറഞ്ഞു വരുന്നത്? അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് ഞമ്മക്ക് അള്ളാഹിനെ നമ്മള് നൂർഷാദങ്ങൾ പാപ്പാന്റെ തങ്ങളുടെ നൂർജാസാനി സർക്കാരിന്റെ ആ ബന്ധവുമായിട്ട് അവരെ ശിഷ്യത്വം സ്വീകരിച്ച് അവരിൽ നിന്ന് അറിവ് ദീനും പഠിച്ച ആളുകൾക്ക് ഞമ്മക്ക് അതിന് കിതാബ് നോക്കണ്ട. നമ്മളെ സ്നേഹിക്കുന്ന ഞമ്മക്ക് എല്ലാം ചെയ്തിരുന്ന അള്ളാഹിനെ പറ്റി സംബന്ധിച്ച് സംസാരിക്കാൻ കിതാബ് നോക്കണ്ട. പക്ഷെ അള്ളാഹുവിന്റെ വിശ്വാസത്തിൽ പിഴവുകൾ അവിടെ വരുന്നു, അവിടെ കിതാബ് നോക്കേണ്ടി വരും. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ എന്താ നോക്കേണ്ടി വരും. അത് അൽഹംദുലില്ലാഹ് അത് നമ്മൾ കിതാബ് നോക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ആ പിഴവുകൾ വരുന്നുള്ളൂ. അല്ല അള്ളാഹിനെ സംബന്ധിച്ച് നല്ല കാരുണ്യവാന അള്ളാഹിനെ സംബന്ധിച്ച് അങ്ങോട്ടൊന്നും പോകണ്ടല്ലോ. അള്ളാഹു നമുക്ക് നല്ല അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഒന്ന് മനസ്സിലാക്കി കൊടുത്തൂടെ? അങ്ങനെ ഒരു പ്രസംഗം നടത്തിക്കൂടെ? ആരെന്നത് വയത് പറയണവര് ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് മുബാറക്. അതിലേക്ക് വരണം. എനിക്ക് പറയാനുള്ളത്, ഞാൻ കൂടുതൽ പറയുന്നില്ല, പറയാനുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ ഓരോരുത്തരും അവരെ വീട്ടിലേക്ക് ശ്രദ്ധിച്ചാൽ മതി. നമ്മളെ കുട്ടികൾക്ക്, നമ്മളെ കുഞ്ഞുങ്ങൾക്ക് മെച്ചുറാവുമ്പോൾ അവർക്ക് അള്ളാഹിനെ സംബന്ധിച്ച് റസൂലിനെ സംബന്ധിച്ച് ദീനിനെ സംബന്ധിച്ചും വ്യവസ്ഥാപിതമായിട്ട് പരിശുദ്ധ ഖുർആനും ഹദീസും അള്ളാഹിനെ സംബന്ധിച്ച് എന്ത് പറഞ്ഞു ഇത് പറഞ്ഞ് മനസ്സിലാക്കി വിശ്വാസപ്പെട്ട് ശരിയാക്കണം. ഇതാണ് ഇപ്പൊ ചെയ്യേണ്ടത്. അല്ലാതെ ലഹരി നിർമാർജന റാലി, ലഹരി നിർമാർജന സെമിനാർ ഇത് നടത്തിയോണ്ടൊന്നും കാര്യമില്ല മക്കളെ. അത് കാലങ്ങളായി നടത്തൽ തുടങ്ങിയിരുന്നു. ലഹരി പാടില്ല എന്ന് ലഹരി വസ്തുവിന്റെ ഒരു സിഗരറ്റിന്റെ പുറത്ത് പോലും എന്ത് ചെയ്തിട്ടുണ്ട് അല്ലെ? സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂരിയസ് അല്ലെ? സിഗരറ്റ് വലിക്കുന്നത് വളരെയധികം ഹാനികരമാണെന്ന്, ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് സിഗരറ്റിന്റെ മുകളിൽ എന്ന് പറഞ്ഞതുപോലെ എല്ലാ ലഹരി പദാർത്ഥത്തിനും മുകളിൽ അതന്നെ എഴുതിയിട്ടുണ്ട്. ഇന്ന് അവിടെ സെമിനാറിന് കുറവുണ്ട്. സ്കൂളുകളിലൊക്കെ എത്ര പേരുണ്ട്, കോളേജുകളിൽ സെമിനാർ എത്ര പേർ നടത്തുന്നുണ്ട്, ക്യാമ്പസുകളിൽ എല്ലാവർക്കും അതിനെ സംബന്ധിച്ച് ലഹരിനെ സംബന്ധിച്ച് ബോധവൽക്കരണം കാലം കുറെ ഇത് വർദ്ധിക്കുക ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് കാര്യമായില്ല. മറിച്ച് ശക്തമായ അള്ളാഹുവിനെ സംബന്ധിച്ചിട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് ഈമാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഈ ലോകത്തുള്ള പ്രവർത്തനം എന്തൊക്കെയാണ്, മരണപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ എന്താണ് അവന്റെ പ്രവർത്തനങ്ങൾ, ഇതിനെ സംബന്ധിച്ച് ശരിക്കും പഠിപ്പിച്ചു കഴിഞ്ഞാൽ, ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളെ സംബന്ധിച്ച് പഠിപ്പിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ മുന്നറിയിപ്പുകളെ സംബന്ധിച്ച് പേടിപ്പിച്ചറിയിക്കലിനെ മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ, ആദ്യമായിട്ട് പേടിപ്പിച്ചറിയിക്കലും അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് അവര് കാര്യങ്ങള് മനസ്സിലാക്കിയിട്ട് ചെയ്യണമെങ്കിൽ ആദ്യം ഈ കൽപ്പനയും ഈ പേടിപ്പിച്ചറിച്ചവൻ ആരാണ്, ഈ വാഗ്ദാനങ്ങൾ നൽകിയ അവനെ സംബന്ധിച്ച് ആദ്യം മനസ്സിലാക്കി കൊടുക്കും. അള്ളാഹിനെ സംബന്ധിച്ചുള്ള പഠനം അത്യാവശ്യം, ഈമാൻ വർദ്ധിക്കുന്ന പഠനം അത്യാവശ്യമാണ്. അതാണ് പറയുന്നത്. നമ്മൾ മെച്ചുവർ ആവുന്ന കുട്ടികൾക്ക് അവിടെയാണ് ഇങ്ങനെയുള്ള ക്ലാസ് കൊടുക്കുന്നത്. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ ഈ ക്ലാസ്സുകൾക്ക് കുട്ടികളെ കൊണ്ടുപോകണം, പിടിച്ച് വലിച്ചു കൊണ്ടുപോകണം. അവൻ പറയും എനിക്ക് കമ്പനി അടിക്കാനുണ്ട്, രാത്രിയായി അവിടെ കമ്പനി അടിക്കാണ്ട്, ഇവരെ കമ്പനി അടിക്കാണ്ട്, എന്റെ മൊബൈൽ ഓന് കമ്പനി അടിക്കാണ്ട്, മൊബൈലിലാണ് നമുക്ക് പണി. ഇങ്ങനെ ഓരോന്ന് പറയും. പിടിച്ച് ആ വിഷയത്തിൽ ഗൗരവം വേണം രക്ഷിതാക്കൾക്ക്. പിടിച്ചു വലിച്ച് ആദ്യം കൊടുത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ ശരിയാക്കും. ഷെയ്ഖുന പറഞ്ഞില്ല, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ വധിക്കാനുള്ള നിയത്തിലാണ്. പക്ഷെ റസൂലുള്ളാഹിന്റെ ആ കാരുണ്യത്തിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പ്രത്യേകമായ അള്ളാഹുവിന്റെ നൂറ് കൊണ്ടുള്ള നോട്ടം കിട്ടിയപ്പോൾ അവരുടെ ഉമർ റളിയല്ലാഹുവിന്റെ കണ്ണും മുത്തുനബിയുടെ ആ ദൃഷ്ടിയും കൂടി അങ്ങോട്ട് ഒന്ന് പിണഞ്ഞപ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയപ്പോൾ ഹൃദയം മാറി, ഹിദായത്ത് ലഭിച്ചു എന്ന് പറഞ്ഞ മാതിരി പരിശുദ്ധമായ ദീനിന്റെ ക്ലാസ്സുകളിലേക്ക് ഓനിക്ക് ഇഷ്ടലയും കൊടുത്ത് ഇരുത്തിയാൽ കുറച്ചൊക്കെ കേൾക്കുമ്പോൾ ഓനിക്കൊരു മാറ്റം വരും. അതല്ലെങ്കിൽ നിങ്ങൾ ഓരോ വീടുകളിലും ക്ലാസ് വെക്കണം. ഞാൻ പറയാറുണ്ട്, ഞാൻ വരെ എന്നോട് പറയും നിങ്ങളെ വീടുകളിൽ ക്ലാസ് വെക്കും. നിങ്ങളെ വീടുകളിൽ കുട്ടികളൊക്കെ ഉള്ള ഒരു ദിവസം ഞാൻ ക്ലാസ് എന്നോട് വിളിച്ച് പറയും, ഞാൻ വരാന്ന് പറയുന്നത്. ഞാൻ വരാം, ക്ലാസ് എടുക്കാൻ വരാം. എനിക്ക് അതിന് ത്യാഗം ചെയ്യാൻ തയ്യാറ്. നിങ്ങൾ ഒന്നും തരണ്ട, എന്റെ ശൈഖത പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു ക്യാഷും തരും, ടീയും തരണ്ട. ഞാൻ നിങ്ങളെ വീടുകളിൽ വന്ന് ക്ലാസ് എടുക്കാൻ തയ്യാറ്. ആ കുട്ടികൾക്ക് ആവശ്യമുള്ള ക്ലാസ് കൊടുക്കും. അവർക്ക് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പഠിപ്പിച്ചു കൊടുക്കുക. അവരിലുള്ള സ്വന്തത്തിലുള്ള അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് എന്തെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക.
പ്രപഞ്ചത്തിൽ അല്ലാഹു തആല സൃഷ്ടിപ്പ് എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവർ മനസ്സിലാക്കി കൊടുക്കുക. ഗർഭാശയത്തിൽ നീ കുഞ്ഞായിരിക്കുമ്പോൾ നിനക്ക് എങ്ങനെ ഭക്ഷണം കൊടുത്തിരുന്നു മനസ്സിലാക്കി കൊടുക്കുക. ഗർഭാശയത്തിന് പുറത്തു വന്നപ്പോൾ ആ കുട്ടിയുടെ വായയെ തുറപ്പിച്ച അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കി കൊടുക്കുക. ഗർഭാശയത്തിൽ കുട്ടിയുടെ വായ അടച്ചു വെച്ചു, അതിലൂടെ ഒന്നും കടന്നില്ല, കുട്ടിക്ക് കരച്ചിലില്ല, അവിടെ ചിരിയില്ല. ഗർഭാശയത്തിൽ പുറത്തു വന്നോരോ കുട്ടിയുടെ വായ തുറന്നു, കുട്ടിക്ക് മനസ്സിലായി ഇതിലൂടെയാണ് ഇനി പാല് കുടിക്കേണ്ടത്. കുട്ടി വാ തുറക്കാൻ തുടങ്ങി, കിട്ടുന്നതൊക്കെ ഉമ്പാൻ തുടങ്ങി. കിട്ടുന്നതൊക്കെ കുട്ടി ഉമ്മും. ജനിച്ച പാട് ആര് പഠിപ്പിച്ചു കൊടുത്തു? ഏത് സയന്റിസ്റ്റിനാണിത് മനസ്സിലാക്കാൻ പ്രയാസമുള്ളത്? അവരുടെ അള്ളാഹ് അവരുടെ കൂടെയുണ്ട്. അതുപോലെ കരയാൻ അറിയാത്ത കുട്ടി കരയാൻ തുടങ്ങി, പുറത്തു വരുന്നോട് വായ തുറക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. ചിരിക്കാൻ അറിയാത്ത കുട്ടി ചിരിക്കാൻ തുടങ്ങി. അല്ലേ? ഇതിനൊക്കെ പറ്റി ഈ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പഠിപ്പിച്ചു കൊടുക്കും. കുട്ടികൾക്ക് അള്ളാഹുമായിട്ടുള്ള മഹബത്ത് വരട്ടെ. ശൈഖുന കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ഒരാളോട് സ്നേഹം അധികരിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂടുതലൊന്നും വേണ്ട. ആൾക്ക് ഇഷ്ടമാണെന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യൂല. ഒരു ആൾക്ക് ശരിയായ സ്നേഹം ഉമ്മാനോട്, ശരിയായ സ്നേഹമുണ്ട, ശരിയായ സ്നേഹം ഉമ്മനോടുണ്ടെങ്കിൽ, ശരിയായ സ്നേഹം ഉപ്പനോടുണ്ടെങ്കിൽ, ഉമ്മക്ക് ഇഷ്ടമില്ലാന്ന് പറഞ്ഞ ഓൻ പറയും, മക്കളെ ഞാൻ ഇല്ല, എന്റെ ഉമ്മക്ക് ഇഷ്ടമില്ല, എന്റെ ഉമ്മാനെ വേദനിപ്പിക്കില്ല. എന്റെ ഉമ്മപ്പില്ലല്ലോ, എന്റെ ഉമ്മാക്ക് ഇഷ്ടമില്ല, ഉമ്മ അത് അറിഞ്ഞ് എന്തൊരു വേദന ഉണ്ടാവും ഉമ്മക്ക്. ഉമ്മ എന്റെ മനസ്സിൽ എന്റെ കുട്ടിയെ ചെയ്യരുത് എന്നാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യും. എന്റെ ഉപ്പാക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എന്റെ ഉപ്പ എനിക്ക് വേണ്ടി എത്ര അധ്വാനിക്കുന്നു, എത്ര പ്രയാസപ്പെടുന്നു എന്റെ ഉപ്പ, എന്റെ ഉപ്പാക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇല്ല. കിടപ്പാറിയില്ലാതെ വേമന ഇപ്പോൾ നമ്മൾ ടൂറിലല്ല, ഒരു സിനിമ ആണ്. എന്റെ ഉപ്പ പറഞ്ഞിട്ടുണ്ട്, ടൂറിന് പോയ സിനിമ ആണ്, എന്റെ ഉപ്പ പറഞ്ഞിട്ടുണ്ട്, ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഒരിക്കലും മനസ്സിൽ സംതൃപ്തി കിട്ടൂല. മാത്രമല്ല ഞാൻ വന്നു കഴിഞ്ഞാൽ എന്റെ ഉപ്പാനെ മുഖം ഞാൻ ഇങ്ങനെ നോക്കും, ഉപ്പാനെ വഞ്ചിച്ചിട്ട് ഞാൻ ഇരിക്കുന്നു, ഉപ്പ എന്നെ സ്നേഹിച്ച് സംസാരിക്കുന്നു, എല്ലാം ചെയ്തു, അപ്പോൾ ഞാൻ വഞ്ചിച്ച് എനിക്കത് റാഹത്ത്. അതുകൊണ്ട് ഉപ്പാക്ക് ഇഷ്ടമില്ലാത്ത മഹബത്ത്, സ്നേഹം വന്നു കഴിഞ്ഞാൽ തന്നെ അയാൾക്ക് ഒഴിവാകും. അള്ളാഹുവിന്റെ റസൂലിനോടും അള്ളാഹുവിനോടും സഹാബാക്കൾ സ്നേഹം വന്നപ്പോൾ കള്ളു കുടിക്കരുത് എന്നുള്ള ഒരു ആയത്ത് വന്നോടുകൂടി എല്ലാം ഒഴിവാക്കിയവര് വായിലുള്ളവർ തുപ്പാൻ തുടങ്ങി, കളത്തിൽ ബാരലുകൾ വെച്ചവർക്ക് ഒട്ടച്ചു കളഞ്ഞു. അല്ലേ? സ്നേഹമാണ്. ഈ സ്നേഹം ഇന്ന് മതം എന്ന് പറഞ്ഞ വലിയ വിഷയമാണ്. ഇന്ന് മതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന് മതപ്രബോധനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഭൗതികമായ ഈ സാമൂഹിക രംഗത്ത് ഇസ്ലാമിന് എതിരെ എന്തൊക്കെ വരുന്നു അതിന് പ്രതികരിച്ചാൽ മതി. ഇസ്ലാമിന് ഭാഗ്യമായിട്ട് വരുന്നതിന് മാത്രം പ്രതികരിച്ചാൽ മതായി. അതിനെ സംബന്ധിച്ച് സംസാരിക്കുക, അതിനെപ്പറ്റി ചർച്ച ചെയ്യുക. ഇനി ഇസ്ലാമിന് എന്തെങ്കിലും പുരോഗമനം ഉണ്ടാക്കണം. എടോ, ഇസ്ലാമിൽ ശരിക്കും പുരോഗമനം ഉണ്ടാക്കണം. ബേസ് വേണ്ടത് ഓരോരുത്തരും ഈമാനുള്ളവരായി മാറണം. അല്ല, ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ജീവിതം എൽമാണെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ഇതിന് നീ കുട്ടിക്ക് കൊടുക്ക്. ഇത് നീ ആദ്യം ആർജിച്ചെടുക്കും. ആദ്യം ഈ ഉമ്മയും ഉപ്പയും ആദ്യം ദീന്റെ ക്ലാസ്സിൽ പങ്കെടുക്കണം. ഇത് പറയാനുള്ളതാണ്. ഉമ്മയും നിങ്ങളൊക്കെ മതപരമായ ക്ലാസ്സിൽ പങ്കെടുക്കും. ക്ലാസ്സുകളിൽ വയലല്ല, ക്ലാസ്സുകൾ ഇങ്ങനെ ഓരോന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് ശരിക്കും പഠിക്കണം, റസൂലിനെ സംബന്ധിച്ച് പഠിക്കണം, മതത്തിന്റെ ഗാംഭീര്യതയെ സംബന്ധിച്ച് പഠിക്കണം, അതിന്റെ മഹത്വത്തെ സംബന്ധിച്ച് പഠിക്കണം. അത് പഠിക്കുന്നതോട് കൂടി നിങ്ങൾ പ്രതികരിക്കും. സാമൂഹികമായ രംഗത്ത് പ്രതികരിക്കരുത് എന്ന് പറയുന്നില്ല, അത് പ്രതികരിക്കണം. അല്ലാണ്ട് റസൂൽ പ്രതികരിച്ചു, സഹാബാക്കൾ പ്രതികരിച്ചിരുന്നു. പക്ഷെ അവർ ആദ്യമായി പ്രധാനമായി പ്രതികരിച്ചത് തന്റെ സ്വയത്തോടായിരുന്നു. സ്വയം അള്ളാഹുവിന്റെ റസൂലിനെതിരായി വരുന്നു അതിന് പ്രതികരിച്ചിരുന്നു. സ്വയത്തോടായിരുന്നു അവരുടെ പ്രതികരണം. തന്നെ പിഴപ്പിക്കുന്ന പിശാചിനോടായിരുന്നു അവരുടെ പ്രതികരണം. ആദ്യം അതിന് പ്രതികരിച്ചിരുന്നു. എങ്ങനെ പ്രതികരിച്ചു? അതിനുള്ള ഈമാൻ അവർ ആർജിച്ചെടുത്തു. അള്ളാഹിനെ സംബന്ധിച്ച് അവർ പഠിക്കാൻ തയ്യാറായി. അവരുടെ മെയിൻ ഡ്യൂട്ടി അള്ളാഹുന്റെ റസൂലിന്റെ അടുക്കൽ വരിക, അള്ളാഹിനെ സംബന്ധിച്ച് വരുന്ന ആ മെസ്സേജുകൾ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ആയാത്തുകൾ അവർ കേൾക്കുന്നു, അവർ ജീവിതത്തിൽ പകർത്തു. അതോടുകൂടി സാമൂഹികമായ രംഗം വരുമ്പോൾ അള്ളാഹു റസൂൽ പറയുമ്പോൾ പുറത്തിറങ്ങും. യാതൊരു മടിയൊരുക്കും ഉണ്ടാവില്ല. കാരണം എന്താ? അള്ളാഹുവിനോട് റസൂൽ അത്ര ഈമാനും അത്രയധികം സ്നേഹവും അവർക്ക് വന്നു വീഴും. സൃഷ്ടികളുടെ ഭയത്തോടുകൂടി അള്ളാഹുവിനോട് ത്യജിക്കാൻ തയ്യാറായി. ഈ മെയിൻ നമ്മൾക്ക് ഉണ്ടാവുന്ന യഥാർത്ഥ സോഴ്സ്, യഥാർത്ഥമായുള്ള ഈ ഈമാൻ, ഇൽമുൽ ഈമാൻ, ഈ ഇൽമുൽ ഈമാനെ നമ്മൾ ആർജിക്കാനുള്ള കാര്യത്തിൽ കൂടുതൽ സ്ട്രെസ് ചെയ്യാതെ ആ ഇൽമുൽ ഈമാൻ പഠിപ്പിക്കുന്നവരാണ് മശായിഖന്മാർ, ശൈഖുമാർ, ആരിഫീങ്ങൾ. ഇന്ന് ചില പൊതുപ്രവർത്തനം ചെയ്യുന്ന ആളുകളുണ്ട്. അവർ ഈ മശായിഖന്മാരെ പരിഹസിക്കും. ഇവരെന്ത് പണിയാ ചെയ്യുന്നത്? എവിടെ ഇവര് ചെയ്യുന്ന പണി ശരിക്കൊരു ഇസ്ലാമിന് മുസ്ലിമിനെ മുനാഫിക്കാക്കാതെ യഥാർത്ഥ മുഅ്മിനാക്കുന്ന പണി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ മുഅ്മിനായ ഒരു മനുഷ്യൻ അവന് നിങ്ങൾ പറയുന്ന സാമൂഹികമായ പ്രതികരണത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ അള്ളാഹ് സഹായം ഉണ്ടാവും. നിങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസമല്ല, ആയുധങ്ങളിലും ആൽഭരങ്ങളിലും സംഘങ്ങളിലും സംഘടനകളിലാണ് വിശ്വാസം. അള്ളാഹുവിലുള്ള വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശിർക്കിൽ
രഹസ്യമായ ശിർക്കുകളിൽ നിങ്ങൾ പെട്ടുപോയി. അതുകൊണ്ട് അള്ളാഹ് സഹായവും നിങ്ങൾക്കുണ്ടാവും. ആദ്യം അള്ളാഹുള്ള വിശ്വാസം ശരിയാക്കി, എന്റെ കാര്യകർത്താവ് എന്റെ റബ്ബ് അള്ളാണ്, എനിക്ക് അള്ള മതിയായവനാണെന്നൊരു ബോധവും യഖീനും ഉറപ്പുണ്ടാക്കി അള്ളാഹിനെ കൊണ്ട് സമാധാനിക്കാനും അള്ളാഹിനെ കൊണ്ട് സന്തോഷിക്കാനും അള്ളാഹിനോട് ചോദിച്ചു വാങ്ങാൻ അതിനുള്ള ഒരു യഥാർത്ഥ ഒരു ഉറപ്പനക്ക് ഉണ്ടാക്കിയതിന് ശേഷമാണ് നീ പറയുന്ന കാര്യങ്ങൾ ചെയ്യണതെങ്കിൽ വളരെ ഭംഗിയായിരിക്കും. രണ്ടും കൂടി ഒന്നിച്ചു കൊണ്ടുപോ, ഇതുകൂടി വെക്ക്, ഇതിനു കൂടി പരിശ്രമിക്കും, അതോടുകൂടി അത് നടക്കട്ടെ. അതാണ് പറയുന്നത്. മനസ്സിലാവുണ്ടോ? അള്ളാഹുവിനെ സംബന്ധിച്ച് ശരിക്കും മനസ്സിലാക്കാതിരുന്നാൽ നമ്മൾ പല ഭാഗത്തും പതറേണ്ടി വരും, പല ഭാഗത്തും നമ്മുടെ സോഴ്സുകൾ നഷ്ടപ്പെട്ടു പോകും. എന്നാൽ അള്ളാഹിനെ മനസ്സിലാക്കിയ ആള് ഓന്റെ സോഴ്സ് നഷ്ടപ്പെടാനുള്ളവൻ, അവൻ എന്നൊന്നും ജീവിച്ചിരിക്കുന്നവരാണ്, എന്നൊന്നും സഹായിക്കാൻ കഴിവുള്ളവരുമാണ്, അവനെ ഹിജറാവ് നിറഞ്ഞിരിക്കുന്നു. അള്ളാഹിനോട് ചോദിക്കാൻ പഠിച്ചിട്ട് കാര്യമില്ല. അത് ഏത് ഭിക്ഷക്കാരനോട് ചോദിക്കാൻ ഇപ്പൊ എന്താ പണി? പഠിച്ചോനെ കാട്ടി പഠിച്ചല്ലേ, ഇത് വലിയ കാര്യമൊന്നുമല്ലല്ലോ അള്ളാഹിനോട് ചോദിക്കരുത്. അള്ളാഹു ഉണ്ട് എന്നും അവൻ എനിക്ക് മതിയായവനാണ് എന്നും ചോദിച്ചിട്ടില്ലെങ്കിലും അവൻ തരാൻ അധികാരമുള്ളവനും അവകാശമുള്ളവനും കഴിവുള്ളവനും സ്നേഹമുള്ളവനും കാരുണ്യമുള്ളവനും കൂടെയുള്ളവനുമാണ് എന്നുള്ള യഖീനാഥ ഉണ്ടാക്കിയിട്ട് അതാ മശായിഖന്മാരെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് മശായിഖന്മാർ സദസ്സിലേക്ക് കുട്ടികളെ വിടണം, നിങ്ങളും വരണം, ആ സദസ്സുകളിൽ പങ്കെടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട്. ഈ പ്രായപൂർത്തിയാകുന്ന കാലഘട്ടത്തില് കുട്ടികൾ പ്രായപൂർത്തിയാകുമ്പോൾ ചെവി പിടിച്ച്, അത് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അതിന് നിങ്ങൾ അധ്വാനിക്കണം എന്നാ പറയുന്നത്. അങ്ങനെ അധ്വാനിക്കുകയാണെങ്കിൽ നിങ്ങളെ കുട്ടികളെങ്കിലും രക്ഷപ്പെടും ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ മോശമായ അവസ്ഥയിൽ. അല്ലെങ്കിൽ മനസ്സിലാക്കിക്കോളി, ഇത് നിങ്ങൾ കേൾക്കാതെ നിങ്ങൾ പഴയ പോലെ പോകുന്നത്. നിങ്ങൾക്ക് പലതും ന്യായങ്ങൾ പറയാനുണ്ടാവും മനുഷ്യർക്ക്. അങ്ങനെയല്ല, ഉസ്താദിന്റെ രീതി പറയാം. ഓക്കെ, നിങ്ങൾ പോയോക്കി, കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇത് അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ സമൂഹം നമ്മളെല്ലാവരും അനുഭവിക്കേണ്ടി വരും. ഇത് നിസ്സാരമായി തള്ളരുത്. കാരണം പുറമേ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പലതുമാണ് ആളുകൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, നമ്മൾ അറിയണില്ല. അവർക്ക് നമ്മൾ വാങ്ങിക്കൊടുത്ത, നമ്മള് ചോര നീരാക്കി അധ്വാനിച്ച് വിയർപ്പ് വറ്റിച്ചുകൊണ്ട് നമ്മൾ പണം ചെലവാക്കിക്കൊണ്ട് വാങ്ങിച്ചു കൊടുത്ത മൊബൈലിലൂടെ അവർ നമുക്കെതിരെയും നമ്മുടെ അള്ളാഹും റസൂലിനെതിരെയുമുള്ള അവരോടുള്ള വിശ്വാസം, അള്ളാഹുവിനോടുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന വിധത്തിലുള്ള, റസൂലുള്ളാഹിയുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന വിധത്തിലുള്ള മെസ്സേജുകളാണ് ആ മൊബൈലിലൂടെ അവർ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അറിയുന്നില്ല. പാതിരാവുകളിൽ അവർ കുഫ്രിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ മുന്നിൽ മുസ്ലിം പെൺകുട്ടിയാണ്, മക്കളെയുണ്ട്, പർദ്ദ വരെ ഉണ്ട് മുന്നിൽ. പക്ഷെ അവിടെ ഉള്ളില് പാതിരാവിൽ എപ്പോഴോ ഈമാന് യുക്തിവാദികളും നിരീശ്വരവാദികളും കവർന്നെടുത്തു കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ അറിഞ്ഞിട്ടില്ല. പിന്നെ മറ്റെപ്പോഴെങ്കിലും വേറെ വീഡിയോയിലാവും നമ്മൾ കാണുന്നത് ഈ കുട്ടി മറ്റുള്ള അവിടെ വെച്ചിങ്ങാണ്ട് ഇസ്ലാം വെടിഞ്ഞുകൊണ്ട് ഒരു അന്യപുരുഷന്റെ കൂടെ, ഒരു മതത്തിന്റെ കൂടെ ഓടിപ്പോയി. അപ്പോഴാണ് നമ്മൾ അറിയാം. ഈ മക്കനായിട്ട് ആൾക്കാർ പറയുന്ന മക്കനയുടെ പെൺകുട്ടിയാ ഓടിപ്പോയത്, പർദ്ദയുടെ പെൺകുട്ടിയാ ഓടിപ്പോയത്. എവിടെ പർദ്ദയും മക്കനോ ഉള്ളിലില്ലാത്തത് കൊണ്ടാണ് ഓടിപ്പോയത്. ഇതാരും ഉള്ളിലാണ് ഈ പർദ്ദ വേണ്ടത്, ഉള്ളിലാണ് ഈ നൂറിറങ്ങേണ്ടത്. ഞാൻ ഗൗരവമായി പറയാനുള്ളത്, എനിക്ക് പറയാനുള്ളത്, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വീടുകള് ക്ലാസുകളുടെ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ആളുകൾ പരിഹസിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞില്ലേ, നല്ല അള്ളാഹിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന, മുസ്ലിമിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന, ആഖിറത്തിനെ സംബന്ധിച്ച് അവർ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഉസ്താദുമാരുടെ ക്ലാസുകൾ നിങ്ങൾ ഓരോരുത്തരും വീടുകളിൽ വെക്കണം. നിങ്ങൾക്ക് അടുത്തുള്ള ഏത് ഉസ്താദുമാരാണെങ്കിലും ശരി, ഇത് പറയുന്നവരാണ്. കർമ്മങ്ങൾ മാത്രം പറയുന്ന കാലങ്ങളായി നമ്മൾ കർമ്മങ്ങൾ പഠിക്കലുണ്ട്. അത് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ട്. മദ്രസകളിൽ ഉസ്താദന്മാർ നല്ല ബഹുമാനത്തോട് നല്ല രീതി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ കർമ്മങ്ങളുണ്ട്. അൽഹംദുലില്ലാഹ്, അത് വലിയൊരു അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ച് സമസ്തയുടെ മദ്രസകളൊക്കെ അതിലൊക്കെ വളരെ ഉഷാറാണ്. നല്ല രീതിയിൽ തന്നെ പഠനം നടത്തിക്കൊണ്ടിരിക്കും. അതല്ല ഞാൻ പറയുന്നത്, അത് കുട്ടികൾക്ക് ഇപ്പോഴും ഉണ്ട്. പക്ഷേ നിങ്ങളെ കുട്ടികൾ പ്രായപൂർത്തിയാവുമ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചും അവന്റെ സിഫാത്തുകളെ സംബന്ധിച്ചും അവൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവന്റെ അനുഗ്രഹങ്ങൾ നമ്മളോട് എന്തൊക്കെയാണ്, ഇത് പഠിപ്പിച്ചു കൊടുത്ത് അവരുടെ ഈമാൻ ശരിയാക്കുന്ന അങ്ങനത്തെ ഉസ്താദന്മാരെ നിങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കുക. കാശ് വാങ്ങാത്ത ഉസ്താദന്മാരെ ക്ഷണിച്ചു. കാശൊന്നുമില്ല, അപ്പൊ ഇങ്ങനെ ചെലവുണ്ടാവും. ഒരു ചെലവുണ്ട് ഉസ്താദ്, പ്രയാസമാണ്, എന്നെ വിളിച്ചോ, ഞാൻ വരാം, എനിക്ക് സമയം കിട്ടണമെന്ന് മാത്രം. എന്റെ സമയത്തിനനുസരിച്ച് ഞാൻ വരാം ഇൻഷാ അല്ലാഹ്. എനിക്ക് പറയാനുള്ളത്, ആരാണെങ്കിലും അങ്ങനത്തെ ഉസ്താദന്മാരെ തേടി, അല്ലെങ്കിൽ അങ്ങനത്തെ ഉസ്താദന്മാരെ ക്ലാസ്സുകൾ പങ്കെടുപ്പിക്കുക, അല്ലെങ്കിൽ ആ ഉസ്താദന്മാരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുക. നിങ്ങളെ വീട്ടുകാർക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ പറ്റുന്ന ഉസ്താദന്മാർ നിങ്ങൾക്കില്ലെങ്കിൽ ഞാൻ സംഘടിപ്പിച്ച, ഞാൻ വരാം. അതാ പറയുന്നത്, വിഷമത്തോടെയാണ് പറയുന്നത്. അതുപോലെ തന്നെ മശായിഖന്മാരുടെ സദസ്സുകൾ വരുമ്പോ അതിലൊക്കെ പങ്കെടുപ്പിക്കും കുട്ടികൾ. ഇപ്പൊ നൂറിഷ സാനി സർക്കാർ നമ്മുടെ ഷെയ്ഖുനൊക്കെ ഓരോ വേദികളിലും ഇന്നത്തെ യുവാക്കൾക്ക്, ഇന്നത്തെ ആളുകൾക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. ത്വരീഖത്തിന്റെ ഷെയ്ഖാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. എന്താ പറഞ്ഞു കൊടുക്കുന്നത്?
ശരീഅത്തിന്റെ വിധിവിലക്കുകളാക്കിയ അവരുടെ റബ്ബിനെ പറ്റിയിട്ടാണ്. അവരിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ വിഷയത്തിൽ ശ്രദ്ധരാകുക, ഈ സന്ദേശം എല്ലാവരിലും എത്തിക്കുക. അങ്ങനെ നമ്മളുടെ സമൂഹത്തിലെല്ലാം അള്ളാഹുവിനെ സംബന്ധിച്ച് റസൂലിനെ സംബന്ധിച്ച് ക്ലാസ്സുകൾ നടത്തുക. അതാണ് ഇതിനുള്ള ഏറ്റവും നല്ല മാർഗം. ലഹരിയോടുള്ള കമ്പം, ലഹരിയോടുള്ള മോഹം ഹൃദയത്തിൽ നിന്നാണ് നിർമ്മാർജ്ജനം ചെയ്യേണ്ടത്. അല്ല ലഹരി നിർമ്മാർജ്ജനം ചെയ്യാൻ ആർക്കും പറ്റില്ല. പൊന്നാലെ നമ്മൾ മുദ്രാവാക്യം വിളിച്ചില്ലേ, ജാഥകൾ നടത്തിയില്ലേ, അവിടെ നമ്മള് ബാറ് ഇത് തുടങ്ങുന്നത് കണ്ടപ്പോ ഇപ്പൊ ബാറിന് വല്ല കുറവുള്ളൂ. ഇപ്പോൾ ബാറായിട്ട് നടക്കുന്നുണ്ട്. നമ്മള് ചാറായിട്ട് ഓടുന്നു. നമ്മൾ ആളുകൾ അതിലേക്ക്, ഈ ആളുകളിൽ നിന്നാണ് അള്ളാഹുവിന്റെ റസൂൽ വ്യക്തികളിൽ നിന്നാണ് ഈ കള്ളിനോടുള്ള മോഹം മാറ്റിയത്. ലഹരിയോടുള്ള മോഹം അള്ളാഹുവിന്റെ റസൂൽ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നാണ് നിർമ്മാർജ്ജനം ചെയ്തത്. അപ്പോ അവര് പിന്നാട് അവർ കിട്ടാതായി, കള്ളശാപ്പുകൾ വെറുതെ ആയി. അവര് കള്ളശാപ്പ് നടത്തിയവരൊക്കെ അവരെന്നെ ഒഴിവാക്കി. ഉള്ളിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ കാര്യം ക്ലിയറായി. അതിനാണ് നമ്മൾ അധ്വാനിക്കേണ്ടത്. അതോടുകൂടി നമുക്ക് സാധിക്കുന്നതിൽ ബാഹ്യമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളും പ്രതികരിക്കുകയും വേണം. പക്ഷെ മെയിൻ ആയിട്ട് പ്രതികരിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തോട്, നമ്മളിൽ നിന്നും, നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്നും, നമ്മുടെ ഭാര്യയിൽ നിന്നും, നമ്മുടെ കൂട്ടുകുടുംബാദികളിൽ നിന്നും ഈ ലഹരിയോടും അതുപോലെ തന്നെ ലൈംഗികമായിട്ടുള്ള ചിന്തകളോടും വ്യഭിചാരങ്ങളോടും സ്വവർഗരതികളോടുമുള്ള മറ്റുള്ള ലൈംഗികമായ കാര്യങ്ങളോടുള്ള ആസക്തി അവരുടെ ഹൃദയത്തിൽ നിന്നും നീക്കം ചെയ്യുന്ന വിധത്തിലുള്ള ക്ലാസുകൾ ഓരോ വീടുകളിലും സംഘടിപ്പിക്കണം എന്നൊക്കെ പറയാനുള്ളത് എല്ലാവരോടും, എന്നോടും, നമ്മളെല്ലാവരോടും പറയാനുള്ളത് സുബ്ഹാനല്ലാഹ് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ അഹ്വാൽ നന്നാക്കി നമ്മുടെയും നമ്മുടെ കൂട്ടുകുടുംബാദികളെയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും നമ്മുടെ സമൂഹത്തെയും മുസ്ലിം മൊത്തം അള്ളാഹുവിന്റെ എല്ലാ സൃഷ്ടികളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യത്തിൽ സത്യപാതാവിലൂടെ നടക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ജീവിച്ചു വരേണ്ട തൗഫീഖ് നൽകട്ടെ. എല്ലാ അന്യമതസ്ഥരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യമതത്തിലേക്ക് എത്തിക്കട്ടെ. അള്ളാഹു നമ്മുടെ മുസ്ലിമീങ്ങൾ എല്ലാവരെയും അള്ളാഹു തആല ഈമാൻ കൊണ്ട് അനുഗ്രഹിക്കട്ടെ. ഈമാൻ കൊണ്ട് മരിക്കുന്ന ഒരു അവസ്ഥ നൽകട്ടെ. നമ്മുടെ മശായിഖുമാർ ദർജാകളാകട്ടെ. വഅഫു അന്നാ യാ കരീം വഗ്ഫിർ ലനാ യാ റഹീം അന്ത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.